എല്ലാവർക്കും നമസ്കാരം. GAMAT 101 മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സാമിനേഷന് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എക്സാമിനേഷൻ സ്പെഷ്യൽ വീഡിയോ ആണ്. മൊഡ്യൂൾ 3ലെയും 4ലെയൊക്കെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നന്നായിട്ട് ചെയ്ത് പഠിക്കണം. എല്ലാം essay ടൈപ്പ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു LPP സോൾവ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, അത് മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് 15x + 10y എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. അതിൻ്റെ കൺസ്ട്രെയിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഗ്രാഫ് വരച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് ഇങ്ങോട്ട് എടുക്കാം. നമുക്ക് 4x + 6y ≤ 360. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മളത് ഈക്വൽ ടു 360 ആക്കുക. 4x + 6y = 360. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെ ഒരു ടാബുലാർ കോളം വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കാനോ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് വൈ നോക്കിക്കേ. എക്സിന് നമ്മൾ 0 കൊടുത്താൽ 4xൻ്റെ ടേം പോകും. 6y = 360 എന്ന് വരും. അവിടുന്ന് y = 360/6 60 വരും. ഇനി വൈക്ക് നമ്മൾ 0 കൊടുത്താൽ 6y എന്നുള്ള ടേം പോകും. 4x = 360 എന്ന് വരും. അവിടുന്ന് x = 360/4 90 വരും. ഓക്കെ, നമ്മുടെ പോയിന്റുകൾ 0 60 ഉണ്ട്, അതേപോലെ 90 0 ഉണ്ട്. ഇങ്ങനെ 2 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒറിജിൻ്റെ സൈഡിലോട്ടാണോ അതിൻ്റെ ഫീസിബിൾ റീജിയൺ എന്ന് മനസ്സിലാക്കാനായിട്ട് എക്സിനും വൈക്കും 0 കൊടുത്താൽ ഒറിജിൻ കൊടുത്താൽ 0 < 360 എന്നാണ് നമുക്ക് കിട്ടുക. അത് ട്രൂ ആണ്. അപ്പോൾ നമ്മുടെ ഒറിജിൻ്റെ സൈഡിലോട്ട് ആണ് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ വരിക. ഓക്കെ, ഇനി അടുത്ത ലൈൻ എന്താണ്? 3x < 180 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 3x < 180. അടുത്ത സ്റ്റെപ്പിൽ 3x = 180 എന്ന് മാറ്റുന്നു. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 180/3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 60. ഓക്കെ, അപ്പോൾ x = 60 എന്നുള്ള ലൈനും നമുക്ക് വരയ്ക്കണം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ x = നമുക്ക് എന്ത് കിട്ടി? 60 കിട്ടി. ഇതൊക്കെ നമുക്ക് വരയ്ക്കാനുള്ള ലൈൻസ് ആണ് കേട്ടോ. ഇനി അടുത്ത ഇക്വേഷൻ എന്താണ്? 5y < 200 ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 5y = 200 എന്നാക്കണം. അവിടുന്ന് y = 200/5 കിട്ടും. y = 40 കിട്ടും. ഓക്കെ, അപ്പോൾ y = 40 നമുക്ക് വരയ്ക്കാനുള്ള ലൈനാണ്. ഇനി x, y ≥ 0 എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് അതിൻ്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, x, y ≥ 0 എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെയാണ് സൂചിപ്പിക്കുക. ദെൻ ഇനി നമുക്കിത് വരച്ചു നോക്കാം. എന്താണ് വരിക? ആദ്യമേ നമ്മുടെ 60 90 40 ഒക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 30 60 മാർക്ക് ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ 10 20 30 അങ്ങനെ 90 വരെ മാർക്ക് ചെയ്ത് പോകാം നമുക്കല്ലേ. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ മെയിൻ പോർഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കൂടുതൽ സ്പേസ് വരുന്ന രീതിയിൽ വരയ്ക്കുക. നിങ്ങൾ സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. നമ്മൾ ഇതിനകത്ത് വരയ്ക്കുമ്പോൾ പരിമിതികളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 20 വെച്ച് പോകാം. ഒരു 100 വരെ എഴുതി പൊക്കോളൂ. 10 20 30 40 50 60 70 80 90 100. മുകളിലേക്കും അതേപോലെ തന്നെ 10 20 30 40 50 60 70 80 90 100. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ പോയിന്റുകൾ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇത് എക്സ് ആക്സിസ് ആണ്. ഇവിടെ x' മാർക്ക് ചെയ്യുക. y ആക്സിസ് ആണ് y'. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇപ്പം പലരും ചെയ്യുന്നൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാണ് നിങ്ങൾ ആൻസർ ഷീറ്റ് എന്ന് വെച്ചോളൂ. പലരും ഇങ്ങനെ അങ്ങ് ഗ്രാഫ് വരയ്ക്കും. ഓക്കെ, അപ്പം എന്താണ് ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് വരുന്നത്. ഇത്രയും പോർഷൻ വെറുതെ കിടക്കും. അങ്ങനെ വരയ്ക്കരുത്. എന്താണ് ഇങ്ങനെ, ഇതാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം ഗ്രാഫ് വരയ്ക്കാൻ.
എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ വരച്ചോളൂ. കാരണം നെഗറ്റീവ് സൈഡിലേക്ക് ഗ്രാഫ് വരുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു 90% ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഷീറ്റിൽ കുറേ സ്ഥലം വെറുതെ കിടക്കില്ല. ഇനി നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ ഇക്വേഷൻ. പോയിന്റുകൾ 0, 60, 90, 0. 0, 60 എന്ന് പറയുമ്പം ഈ പോയിന്റ് വരും. ഇതാണ് 0, 60, 90, 0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് വരും. എക്സ് ആക്സിസിൽ 90, വൈ ആക്സിസിൽ 60. ഇനി അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചെടുക്കുന്നു. ഓക്കെ, ഇതിനകത്ത് വരയ്ക്കുമ്പോഴൊക്കെ ചെറിയ വളവും തിരിവൊക്കെ ഉണ്ടാവും, നിങ്ങൾ നേരെ വരച്ചോണേ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ. ലൈൻ വരച്ചതിന് ശേഷം എപ്പോഴും ആലോചിക്കുക, ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ പേര് അവിടെ തന്നെ ആ ലൈനിൽ തന്നെ കൊടുക്കണം. എന്താണ് ആ ലൈനിൻ്റെ പേര്? 4x + 6y = 360 ആണ് ആ ലൈൻ, അല്ലേ? ദിസ് ഈസ് 4x + 6y = 360. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇനി അതിൻ്റെ ഫീസിബിൾ റീജിയൻ ഒറിജിനിൽ അതെന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഒറിജിൻ്റെ സൈഡിലോട്ടാണ് ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ ഞാൻ ബ്ലൂ കളറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ ഒറിജിൻ്റെ സൈഡിലോട്ടാണ് അതിൻ്റെ ഫീസിബിൾ റീജിയൻ വരുന്നത്. ഫീസിബിൾ റീജിയൻ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഈ ഫീസിബിൾ റീജിയൻസിൻ്റെ കോയിൻസൈഡിങ് റീജിയൻ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടുത്ത എന്താണ്? x = 60. x = 60. അപ്പോൾ എക്സ് ആക്സിസിൽ 60 എന്നുള്ള ലൈൻ, 60 എന്നുള്ള പോയിന്റ്. x = 60 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈനാണ്. ഓക്കെ, അപ്പം x = 60 എന്നുള്ള ലൈൻ വരയ്ക്കുക. ഇതാണ് നമ്മുടെ x = 60 എന്ന് പറയുന്ന ലൈൻ. അത് വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കണം. ഓക്കെ ആണല്ലോ. ഇനി ശരിക്കും ആ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് ലെസ് ദാൻ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180 ആണ്. അതായത് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180 ആണ്. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ് ആക്ച്വലി. അപ്പം എന്താണ് എക്സിൻ്റെ വാല്യൂ 60യേക്കാൾ കുറയുന്നത്. അപ്പം ഇവിടെ 60 ആണ്, കുറയുന്നത് 50, 40 അങ്ങോട്ടല്ലേ കുറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ എങ്ങോട്ടായിരിക്കും വരുന്നത്? ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ പോകുക, അല്ലേ? ഇങ്ങടേക്കായിരിക്കും, ഈ ലെഫ്റ്റിലേക്കായിരിക്കും അതിൻ്റെ ഫീസിബിൾ റീജിയൻ വരിക. കാരണം എന്താണ്? 60നേക്കാൾ കുറഞ്ഞാണ് വരിക. ശരിയാണല്ലോ. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ആലോചിച്ചോളൂ, ഒറിജിൻ്റെ സൈഡിലേക്കായിരിക്കും. നോക്കണം കേട്ടോ, എല്ലായ്പ്പോഴും എന്നല്ല, പൊതുവേ. ഇനി അടുത്ത ലൈൻ നമുക്ക് വരയ്ക്കാം. അടുത്ത ലൈൻ എന്താണ്? x = 60 വരച്ചു. ഇനി അടുത്ത y = 40. അടുത്ത ലൈൻ y = 40. വൈ ആക്സിസിൽ 40 എന്നുള്ള പോയിന്റിൽ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ. ഇതാണ് നമ്മുടെ എന്ത്? y = 40 എന്ന് പറയുന്ന ലൈൻ. y = 40. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? അതും y ലെസ് ദാൻ ആണ്, അല്ലേ? ഇവിടെ നോക്കുക, 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ആണ്. അതായത് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആണ് ആക്ച്വലി വരിക. അതായത് 40യേക്കാൾ കുറവ് എവിടെയാണ്? താഴേക്കാണ്. 30, 20 ഒക്കെ താഴേക്കാണ്. അപ്പം ഇങ്ങോട്ട് വരും, താഴേക്കാണ് അതിൻ്റെ ഫീസിബിൾ റീജിയൻ. ബ്ലൂ കളറിൽ ഞാൻ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യുന്നുണ്ട്. യെസ്. ഇനി x > or equal to 0, y > or equal to 0 എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. x = 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ്, y = 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ്? x ആക്സിസ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഞാൻ ഫീസിബിളായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എല്ലാം കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലം ഏതാ? ഈ എല്ലാ ഫീസിബിൾ റീജിയനും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലം നോക്കണേ. ഏത് പോർഷൻ ആയിരിക്കും എല്ലാ ഫീസിബിൾ റീജിയനും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നത്? ഈ കാണുന്ന സ്ഥലം അല്ലേ? ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന സ്ഥലമാണ് എല്ലാ ഫീസിബിൾ റീജിയനും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലം. ശരിയാണല്ലോ. അതിൻ്റെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ y = 40യുടെ ഫീസിബിൾ റീജിയൻ താഴേക്കാണ്, മുകളിലുള്ള ട്രയാങ്കിൾ എടുത്ത്. ഇവിടെ ഉള്ളിൽ വരുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 4x + 6y = 360യുടെ ഫീസിബിൾ റീജിയൻ ആ ട്രയാങ്കിളിൻ്റെ താഴോട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ ഒത്തിണങ്ങി വരുന്ന ഫീസിബിൾ റീജിയൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന പോർഷനാണ്. ശരിയാണോ നോക്കണേ. അപ്പോൾ നിങ്ങളും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്ത് വയ്ക്കുക. ഞാൻ ഈ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന പോർഷനാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ.
ഓക്കെ, ഇനി നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഫീസിബിൾ റീജിയൻസിൻ്റെ കോർണർ പോയിൻറ്റ്സ് എടുക്കണം. ഓക്കെ, ഈ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സിലാണ് ആ ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉണ്ടാവുക. ഓക്കെ, ഏതെങ്കിലും ഒരു കോർണർ പോയിൻ്റ് മാക്സിമം ആയിരിക്കും, ഏതെങ്കിലും ഒരു കോർണർ പോയിൻ്റ് മിനിമം ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ, ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, കോർണർ പോയിൻറ്റ്സ് ശ്രദ്ധിച്ചോണേ. 4 എത്ര 1 2 3 5 കോർണർ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ബോൾഡ് ആക്കിയുള്ളൂ. ഇത് ഫസ്റ്റ് കോർണർ പോയിൻ്റ്, രണ്ടാമത്തെ കോർണർ പോയിൻ്റ്, മൂന്നാമത്തെ കോർണർ പോയിൻ്റ്. ഞാനിപ്പം ബ്ലാക്ക് കളറിൽ ബോൾഡ് ആക്കുന്നുണ്ട്. നാലാമത്തെ, മൊത്തം 5 കോർണർ പോയിൻറ്റുകളുണ്ട്. ഇതാണ് നമ്മുടെ 5ാമത്തെ കോർണർ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 1 2 3 4 5 കോർണർ പോയിൻ്റ്. ഈ 5 കോർണർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ചിലതൊക്കെ ഒറ്റ നോട്ടത്തിൽ കിട്ടും. ഈ ആദ്യം മാർക്ക് ചെയ്ത് എന്താണ്? ഇത് 60 0 ആണ് ഒരു കോർണർ പോയിൻ്റ്, അത് പെട്ടെന്ന് കിട്ടി. 0 0 പെട്ടെന്ന് കിട്ടി, ഒറിജിന്. 0 40 പെട്ടെന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കുക. ഇനി ബാക്കിയുള്ള 2 എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കിക്കേ, എക്സ് ഈക്വൽ ടു നമ്മുടെ ഈ കാണുന്ന ലൈൻ 4x + 6y = 360 എന്ന് പറയുന്ന ലൈൻ, ആ ലൈനിലൂടെയാണ് എക്സ് ഈക്വൽ ടു 60 കടന്നു പോകുന്നത് അല്ലേ? എക്സ് ഈക്വൽ ടു 60. അപ്പോൾ എക്സ് ഈക്വൽ ടു 60 കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് കിട്ടുമെന്ന് കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. എന്ത് വരും? 4 × 60 + 6y = 360 അല്ലേ? 240 വരും അല്ലേ? 240 + 6y = 360. അവിടെ നമുക്ക് 6y = 360 - 240, അതായത് 6y = എന്താണ് വരുന്നത്? 0. 6 ൽ നിന്ന് 4 കുറച്ച് 2, 3 ൽ നിന്ന് 2 കുറച്ച് 1. 6y 120 കിട്ടും. y = 120/6 = 20. വൈയുടെ വാല്യൂ എത്രയാണ്? 20. അതായത് എക്സിന് പകരം 60, ഈ പോയിൻ്റാണ്. വൈയുടെ വാല്യൂ എന്താണ്? 20. വൈ ആക്സിസിൽ നിന്ന് 20ലാണ് ഇത് ടച്ച് ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഈ ഒരു കോർണർ പോയിൻ്റ് കൂടെ വേണം. അതാണ് y = 40 എന്ന് പറയുന്ന ലൈനാണ് 4x + 6y = 360ൽ ടച്ച് ആവുന്നത്. ഓക്കെ, ഞാൻ ലേസർ പോയിൻ്റർ വെച്ചൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഈ കാണുന്ന ലൈൻ ഉണ്ട്, x = 60 എന്ന് പറയുന്ന ലൈൻ. അത് ഈ ലൈനിലാണല്ലോ കട്ടാവുന്നത്. 4x + 6y = 360. അതിനകത്ത് ആ എക്സ് വാല്യൂ ആ ലൈനിൽ ചെയ്യേണ്ട ഈ എക്സിൻ്റെ വാല്യൂ 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന y ആണ്. അവിടുത്തെ y കോർഡിനേറ്റ് 20 കിട്ടി. അപ്പോൾ 60 20 എന്നുള്ള പോയിന്റ് കിട്ടി. അതേപോലെ ഇതേ ലൈൻ 4x + 6y = 360 എന്ന് പറയുന്ന ലൈൻ നോക്കുക, y = 40 എന്ന് പറയുന്ന ഈ ലൈനിൽ ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൈക്ക് പകരം ഞാൻ 40 കൊടുത്താൽ എനിക്ക് എക്സ് കിട്ടും. അപ്പോൾ അതാണ് അവിടുത്തെ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അത് കണ്ടുപിടിക്കാം. ചെയ്തേ. അടുത്ത ലൈൻ എന്താണ്? 4x + 6y = 360ക്കകത്ത് ഞാൻ എന്ത് ചെയ്യണം? വൈക്ക് പകരം 40 കൊടുക്കണം. അപ്പോൾ എന്താണ്? 4x + 6 × വൈക്ക് പകരം 40 = എന്താണ്? 360. അതായത് 4x + 240 അല്ലേ? = എന്ത് വരും? 360. അവിടുന്ന് 4x = 360 - 240 = 120. അവിടുന്ന് x = 120 / 4 = 30. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 30. സോ അപ്പോൾ എക്സിൻ്റെ വാല്യൂ 30 ആണ്, വൈയുടെ വാല്യൂ 40 ആണ്. അപ്പോൾ 30 40 എന്നുള്ള പോയിന്റിലാണ് അത് ടച്ച് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ ആ പോയിന്റ് ഏതാണ്? 30, 40 ആണ് നമ്മുടെ പോയിന്റ്. ഈ കാണുന്ന പോയിന്റ് എന്താണ്? 30, 40. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ എല്ലാ കോർണർ പോയിൻറ്റ്സും ആയി. ഓക്കെ, ഇനി ആ കോർണർ പോയിൻറ്റ്സും ആ ഫംഗ്ഷനും നമ്മൾ എഴുതി വയ്ക്കുക. നമ്മളതിനെ മാക്സിമൈസ് ചെയ്യണം. ഇപ്പോൾ 2 കോളം ആക്കുക. ഒരു കോളത്തിൽ കോർണർ പോയിൻറ്റ്സ്, അടുത്ത കോളത്തിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. z = 15x + 10y എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. z = 15x + 10y. ഓക്കെ, ഇനി ഓരോ കോർണർ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോർണർ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 0 0 0 0, അടുത്തത് 60, 0,
അടുത്ത കോർണർ പോയിന്റ് എന്താണ്? 60,20. 60,20. അടുത്ത കോർണർ പോയിന്റ് എന്താണ്? 30,40. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഒരു കോർണർ പോയിന്റ് കൂടെ ഉണ്ട്. എന്താണ്? 30,40 കഴിഞ്ഞാൽ 0,40. 0,40. ഇത്രയുമാണ് നമ്മുടെ കോർണർ പോയിന്റ്സ്. അപ്പോൾ ഇത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ് വലിയ വാല്യൂ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. z is equal to 15 ഇൻറ്റു എക്സിന് 0 പ്ലസ് 10 ഇൻറ്റു വൈക്ക് 0 കൊടുത്താൽ ആൻസർ എന്ത് കിട്ടും? 0. ഇവിടെ z ഈക്വൽ ടു 15 ഇൻറ്റു എക്സിന് 60 കൊടുക്കുക പ്ലസ് 10 ഇൻറ്റു വൈക്ക് പകരം 0. എന്താണ് കിട്ടുക? 5 6 30 0 ശിഷ്ടം 3 6 3 9 90 കിട്ടും. അടുത്ത കേസിൽ z is equal to 15 ഇൻറ്റു 60 പ്ലസ് 10 ഇൻറ്റു 20. ഓക്കെ, എക്സിന് നമ്മൾ 60 കൊടുക്കുന്നു, വൈക്ക് പകരം 20 കൊടുക്കുന്നു. അപ്പോൾ എന്താണ് വരിക? 15 ഇൻറ്റു 60 90 വരും, 10 ഇൻറ്റു 20 200 വരും. ശരിയാണല്ലോ? സോ 290. സോറി, 15 ഇൻറ്റു 60, 15 ഇൻറ്റു 6 ആണ് 90. അപ്പോൾ 900 ആണ് കേട്ടോ. 900 ആണേ. 15 ഇൻറ്റു 60 900 ആണ്. സോറി, 15 ഇൻറ്റു 6 ആണ് 90. 15 ഇൻറ്റു 60 എന്ന് പറയുന്നത് 900 ആണ് കേട്ടോ. ഞാൻ ആ സീറോൻ്റെ കാര്യം വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓക്കെ ആണ്. 15 ഇൻറ്റു 0 പ്ലസ് 10 ഇൻറ്റു 0 0 ആണ്. 15 ഇൻറ്റു 60 പ്ലസ് 10 ഇൻറ്റു 0 900 വരും. അടുത്ത 15 ഇൻറ്റു 60 900 പ്ലസ് 10 ഇൻറ്റു 20 200 വരും. സോ 1100 വരും. ഓക്കെ, ഇനി അടുത്ത കേസിൽ എന്താണ് വരിക? z ഈക്വൽ ടു 15 ഇൻറ്റു എക്സിന് 30 പ്ലസ് 10 ഇൻറ്റു എക്സ് വൈക്ക് പകരം 40 ഇസ് ഈക്വൽ ടു 35 15 5 ശിഷ്ടം 1 3 1 4 450 പ്ലസ് 400 ഈക്വൽ ടു 850. ഓക്കെ, ഇനി അടുത്ത കേസിൽ z ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 0 പ്ലസ് 10 ഇൻറ്റു വൈക്ക് പകരം 40. അപ്പോൾ എത്ര കിട്ടി? 400 കിട്ടി ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൊടുത്തുള്ള വാല്യൂസ് കിട്ടി. ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ആണ് മാക്സിമം വാല്യൂ. ഏറ്റവും വലിയ വാല്യൂ 1100 ആണ്. അത് ആ പോയിന്റ് ഏതാണ്? 60,20 എന്നുള്ള പോയിന്റുമാണ്. ഓക്കെ, മാക്സിമൈസ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. ദെർഫോർ മാക്സിമം വാല്യൂ ഓഫ് z is equal to 1100 at 60,20. 60,20 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം വാല്യൂ കിട്ടുന്നത്. മാക്സിമം ആവുന്ന പോയിന്റ് ഏതാണ്? 60,20 എന്നുള്ള പോയിന്റിലാണ് നമുക്കിത് മാക്സിമം കിട്ടുന്നത്. നോക്കുക, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യമേ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോർണർ പോയിന്റ്സ് കൺസ്ട്രെയിൻസ് നമ്മൾ വരച്ചു. കൺസ്ട്രെയിൻസ് വരച്ചിട്ട് നമ്മളതിലേക്ക് ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് കോർണർ പോയിന്റ്സ് എഴുതി. കോർണർ പോയിന്റ്സ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് കൊടുത്തു. അന്നേരം നമുക്ക് ഏറ്റവും വലിയ വാല്യൂ കിട്ടുന്നതാണ് മാക്സിമം വാല്യൂ. ശരിയല്ലേ? മാക്സിമൈസ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ ആണ് മാക്സിമം വാല്യൂ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മുടെ 4ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. കുറേ പ്രാവശ്യം എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പ്രീവിയസ് നിങ്ങൾക്കും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുൻപുള്ള സ്കീമിനും ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മാക്സിമൈസ് f of xy ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സബ്ജക്റ്റ് ടു x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതെന്താണ്? ലഗ്രാഞ്ചെ മൾട്ടിപ്ലെയർ വെച്ച് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ മറ്റൊരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി മാക്സിമൈസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ലഗ്രാഞ്ചെ മൾട്ടിപ്ലെയർ ആണ്. സാധാരണ ഒരു ഫംഗ്ഷൻ തന്നിട്ട് f of xy തന്നിട്ട് അതിൻ്റെ എന്താണ് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരുന്നു? ഒരു പ്രൊസീജിയറാണ്. അത് നമ്മളെ 3rd മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ള മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മളവിടെ ഉപയോഗിക്കുക. അവിടെ ഒറ്റ ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ. ഒരു ഫംഗ്ഷൻ ഓഫ് xy മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ fx കണ്ടുപിടിക്കുന്നു, fy കണ്ടുപിടിക്കുന്നു, fxx കണ്ടുപിടിക്കുന്നു, fyy കണ്ടുപിടിക്കുന്നു. d ഈക്വൽ ടു fxx ഇൻറ്റു fyy മൈനസ് fxy ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഡിയുടെ വാല്യൂ
നെഗറ്റീവ് ആണെങ്കിൽ അത് സാഡിൽ പോയിൻ്റ് ആണെന്ന് പറയുന്നു. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ആ പോയിൻ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് നമ്മൾ fxx കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ മിനിമയാണെന്നും പോസിറ്റീവ് ആണെങ്കിൽ മാക്സിമം ആണെന്നൊക്കെ പറയുന്നു. അത് നമ്മൾ 3rd മൊഡ്യൂളിൽ പഠിക്കുന്ന മാക്സിമം മിനിമയാണ്. ഇത് നമ്മൾ 4th മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനുമായിട്ട് സബ്ജക്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമൈസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടായിട്ട് നമുക്കതിൻ്റെ പ്രൊസീജിയർ ആദ്യം എഴുതി വയ്ക്കാം. ഇപ്പോൾ എക്സാമിന് നിങ്ങൾ ഈ പ്രൊസീജിയർ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, പ്രൊസീജിയർ വെച്ച് ചെയ്താൽ മതി. നമ്മൾ ആദ്യമായിട്ട് പറയുകയാണല്ലോ, അപ്പോൾ ഞാനത് നോട്ടായിട്ട് തരുവാണ്. ഇത് റെഗുലർ ആൻസർ അല്ല, നമ്മുടെ ഇതിൻ്റെ ആൻസറായിട്ട് എഴുതുന്നതല്ല, ഇത് ആൻസർ ചെയ്യാൻ വേണ്ട നോളജ് ഒരു നോട്ടായിട്ട് നമുക്ക് ആദ്യമേ പറയാം. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ ആൻസർ നമുക്ക് അതിൻ്റെ നോട്ട് ലെഫ്റ്റിൽ തന്നിട്ട് നമുക്ക് റൈറ്റിൽ നമുക്ക് ആൻസർ ചെയ്ത് വരാം. ഓക്കെ, നോക്കണേ, നമുക്കൊരു f(xy) എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിനെ മാക്സിമൈസ് ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണം, സബ്ജക്റ്റ് ടു ആൻ അനദർ ഫംഗ്ഷൻ g(xy) ഈക്വൽ ടു 0. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഒന്ന് എഴുതി വെച്ചോളൂ. ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് f(xy), അത് ക്വസ്റ്റ്യനിലുണ്ടാവും, ആൻഡ് g(xy) ഈക്വൽ ടു 0. അതായത് g(xy)ക്കകത്ത് ഇപ്പോൾ ഇവിടെ 1 ഉണ്ട്, ആ 1 കൂടെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോഴാണ് x + y - 1 ഈക്വൽ ടു 0 എന്ന് വരുന്നത്. ഈ ഫോമിൽ വേണം നമ്മൾ g എഴുതാൻ. പിടി കിട്ടിയോ? അതായത് റൈറ്റ് സൈഡ് 0 ആവുന്ന രീതിയിൽ ബാക്കിയെല്ലാം ലെഫ്റ്റിൽ എടുത്തിട്ട് വേണം നമ്മൾ g എഴുതാൻ. അതാണ് g(xy) ഈക്വൽ ടു 0 ഫോമിലാക്കണമെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് നമ്മളൊരു ഓക്സിലറി ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. റൈറ്റ് ഓക്സിലറി ഇക്വേഷൻ. റൈറ്റ് ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? L = f + λg. ഓക്കെ, ഇതിനൊരു ഗ്രേഡിയൻ മെത്തേഡ് ഉണ്ട് കേട്ടോ. ഇതാണ് കുറച്ചുകൂടെ കൂടുതൽ ഫംഗ്ഷൻസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആണെങ്കിലും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതായതുകൊണ്ട് ഇത് പറയാണ്. ചില ടെക്സ്റ്റിൽ വേറെ മെത്തേഡും പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ഓക്സിലറി ഇക്വേഷൻ L എന്ന് പറഞ്ഞാൽ f + λg ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ∂L/∂x കണ്ടുപിടിക്കണം, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ∂L/∂y കണ്ടുപിടിക്കണം, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇനി ഈ ഫംഗ്ഷൻ f(xy) z ആണെങ്കിൽ, z കൂടെ ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ∂L/∂z കണ്ടുപിടിക്കണം, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. എഴുതുമ്പോൾ ഇപ്പോൾ എക്സും വൈ ഉള്ളെങ്കിൽ ഇത് ചെയ്യേണ്ട, എക്സും വൈ മാത്രം ഉള്ളെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യേണ്ട. ഇനി ഇസഡും കൂടെ ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് ചെയ്താൽ മതി. പിടി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ∂L/∂λ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇതുപോലെ എന്താണ്, ഈ ഇസഡ് ഇല്ലാന്നുണ്ടെങ്കിൽ 3 ഇക്വേഷൻ കിട്ടും, ഇസഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഇക്വേഷൻ കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിൻറ്റ്. ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നിലധികം ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ടാവാം. ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിൻറ്റ് XY. ഇപ്പോൾ എക്സും വൈ ഉള്ളെങ്കിൽ XY എന്നായിരിക്കും ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടുക. ഇസഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻ്റ് എങ്ങനെ കിട്ടും? XY Z എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇസഡ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി XY മാത്രം ആക്കണമെന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇസഡും കൂടെ ഉള്ള ഫംഗ്ഷനാണ് നമ്മൾ ജനറലി പഠിക്കുന്നത്. ഇസഡ് ഇല്ലെങ്കിൽ ഇസഡിൻ്റെ സംഭവം ഒഴിവാക്കിയാൽ മതി, എക്സും വൈ മാത്രം ആക്കിയാൽ മതി. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഈ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമ കിട്ടുന്നത്. അത് മാക്സിമ ആണെങ്കിൽ മാക്സിമ, മിനിമ ആണെങ്കിൽ മിനിമ. അതിനെ നമ്മൾ ഒപ്റ്റിമം പോയിന്റ്, അല്ലെങ്കിൽ ആ പോയിന്റിനെ ഒപ്റ്റിമം പോയിന്റ് എന്നും ആ പോയിന്റ് കൊടുത്ത് കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ എന്നാണ് പറയുക. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ക്രിട്ടിക്കൽ പോയിന്റ് ഇൻ f(xy), ഇസഡും കൂടെ ഉണ്ടെങ്കിൽ ഇസഡ്, ടു ഗെറ്റ് എന്താണ്? ഒപ്റ്റിമം സൊല്യൂഷൻ. ടു ഗെറ്റ് ഒപ്റ്റിമം സൊല്യൂഷൻ. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റെപ്പുകൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ f(xy) എന്ന് പറയുന്നത് x² + y² ആണ്. നമ്മുടെ g എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ 1 കൂടി ഇപ്പുറം എടുത്തിട്ട് x + y - 1 ആക്കണം. ഓക്കെ, ആ x + y - 1 0 ആണ്, അതായത് g 0 ആണ് എന്നുള്ള ഐഡിയയിലേക്ക് നമ്മൾ എത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓക്സിലറി ഇക്വേഷൻ എഴുതണം. L = f + λg. സോ L = f ന് പകരം വാല്യൂ കൊടുക്കുക.
എഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് വൈ മൈനസ് 1. കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എൽ കിട്ടി. ഇനി നമ്മൾ ഈ പറയുന്ന ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കുക. ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 വരും, ലാംഡ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈയുടേത് 0, 1ൻ്റെ 0. അപ്പോൾ ലാംഡ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈക്വൽ ടു 0 എന്ന് വരും. അവിടെ നമുക്ക് എന്ത് കിട്ടും, 2x ഈക്വൽ ടു മൈനസ് ലാംഡ എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഡോ എൽ ബൈ ഡോ എക്സ് ചെയ്തു. ഇനി ഡോ എൽ ബൈ ഡോ വൈ ചെയ്യാം. ഡോ എൽ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എന്താണ് വരിക, ഡോ എൽ ഡിവൈഡഡ് ബൈ ഡോ വൈ. എല്ലിനെ നമ്മൾ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2y വരും, പ്ലസ് ലാംഡ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 0, വൈയുടേത് 1 വരും, 1ൻ്റെത് 0 വരും. അപ്പോൾ ഇൻറ്റു 1 ആണ് വരിക. അപ്പോൾ ഇതാണ് കിട്ടുക. നമ്മൾ ഡോ എൽ ബൈ ഡോ വൈനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം പ്രൊസീജിയർ പ്രകാരം. അതായത് 2y പ്ലസ് ലാംഡ ഈക്വൽ ടു 0. അവിടെ നമുക്ക് 2y ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ എന്താണ്, 2. ഇനി നിങ്ങൾ നോക്കിക്കേ, ഡോ എൽ ബൈ ഡോ ഇസഡ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഇസഡ് ഇല്ല. ഇനി ഡോ എൽ ബൈ ഡോ ലാംഡ എടുക്കണം. ഓക്കെ, ഡോ എൽ ബൈ ഡോ ലാംഡ, ലാംഡ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും, കാരണം അവിടെ ലാംഡ ഇല്ല. ഇനി ലാംഡ മാറ്റി നിർത്തി, ഇനി ലാംഡ കൊണ്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ ലാംഡയുടെ കൂടെ നിൽക്കുന്ന ആൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലാംഡയുടെ കൂടെ നിൽക്കുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ മൈനസ് 1 ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. എക്സ് പ്ലസ് വൈ മൈനസ് 1 കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു ലാംഡയുടെ ഡെറിവേറ്റീവ് 1 ആവും. ശരിയാണല്ലോടാ. ഇതിനെ നമ്മൾ ലാംഡ വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും, പ്ലസ് ലാംഡയുടെ ഡെറിവേറ്റീവ് 1 ആവും, ബാക്കി എക്സ് പ്ലസ് വൈ മൈനസ് 1 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ മാറ്റി നിർത്തിയാണ് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുത്തത്. കഥ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, അത് മിക്കവാറും ഈ ലാംഡയുടെ കൂടെ നിൽക്കുന്ന ലാംഡ ഡെറിവേറ്റീവ് 1 ആകുമ്പോൾ നമുക്ക് ഡോ എൽ ബൈ ഡോ ലാംഡ കിട്ടുന്നത് നമുക്ക് ജി എന്നുള്ള ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. അതങ്ങനെ വരുള്ളൂ. ഓക്കെ, കാരണം ലാംഡ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ 1 ആയി പോവല്ലോ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ, ഡോ എൽ ബൈ ഡോ ലാംഡ കിട്ടി. ശരിയല്ലേ. ഡോ എൽ ബൈ ഡോ ലാംഡ എന്ന് പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ മൈനസ് 1 ആണ്. ഓക്കെ, ഇനി ഡോ എൽ ബൈ ഡോ ലാംഡ നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യണം, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം പ്രൊസീജിയർ പ്രകാരം. അതായത് എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈക്വൽ ടു 0. അവിടെ നിന്ന് എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ ഇക്വേഷൻസ് പരസ്പരം സോൾവ് ചെയ്തിട്ട് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എക്സും വൈയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതിനുവേണ്ടി ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നോക്കുക. ഇക്വേഷൻ നമ്പർ 1ൽ 2x ഈക്വൽ ടു മൈനസ് ലാംഡയാണ്. ഇക്വേഷൻ നമ്പർ 2ൽ 2y ഈക്വൽ ടു മൈനസ് ലാംഡയാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫ്രം ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2x ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2y ആണ്. 2ഉം 2ഉം കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യുക, ആ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുക്കാം. അത് നമ്മൾ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3 എന്താണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്. അതിൽ എക്സ് ഈക്വൽ ടു വൈ കൊടുത്താൽ വൈക്ക് പകരം എക്സ് കൊടുക്കാം. എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. 2x ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 1/2 എന്ന് വരും. ഓക്കെ, എക്സ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, 1/2 തന്നെയായിരിക്കും. കാരണം എന്താണ്, എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ദെയർഫോർ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് കോമ വൈ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എക്സിന് പകരം 1/2, വൈക്ക് പകരം 1/2. സോ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്, 1/2, 1/2 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മുടെ ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, അത് മാക്സിമം ആണോ മിനിമം ആണോ നമുക്കറിയാൻ പറ്റും. ശരിയല്ലേ.
ആ ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുക. അത് കണ്ടുപിടിക്കാനേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, അത് പോസിറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നോക്കി നോക്കാം. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ശരിയല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പോയിന്റ് നമുക്കിപ്പോൾ കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? 1/2 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ആ ക്രിട്ടിക്കൽ പോയിന്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടും. ആ ഒപ്റ്റിമം സൊല്യൂഷൻ മാക്സിമം ആണെന്ന് ഉറപ്പാണ്, കാരണം മാക്സിമൈസ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അത് തന്നെയായിരിക്കും മാക്സിമം വാല്യൂ, കാരണം ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ. വേറെയും ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ മാക്സിമം മിനിമം ഒക്കെ ഉണ്ടായേനെ. ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ, അപ്പോൾ ഇവിടെ മാക്സിമം തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, മാക്സിമൈസ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഒറ്റ ക്രിട്ടിക്കൽ, ഇപ്പോൾ നമുക്ക് നേരത്തെ ചെയ്യുന്ന പോലെ ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ എടുത്ത് അത് പോയിന്റ് കൊടുത്ത് നെഗറ്റീവ് ആണെന്ന് തെളിയിച്ച് മാക്സിമം ആക്കാനൊന്നും നമുക്ക് ഇതിനകത്തില്ല. ആ ഒപ്റ്റിമം പോയിന്റ് ആണ് കിട്ടുക. ആ പോയിന്റിൽ അത് മാക്സിമം ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1/2 മാക്സിമം കിട്ടുന്നത്. മാക്സിമം വാല്യൂ എടുക്കാനല്ലടാ ചോദ്യം, മാക്സിമൈസ് ചെയ്യാനാണ് ചോദ്യം. മാക്സിമം അറ്റ് ദ പോയിന്റ് 1/2 ആണെന്ന് മനസ്സിലായി. ഇനി മാക്സിമം വാല്യൂയും കൂടെ കണ്ടുപിടിച്ചോളൂ. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് എഫ് ഓഫ് 1/2 ആവും. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ. 1/2 സ്ക്വയർ 1/4 വരും. വീണ്ടും 1/2 സ്ക്വയർ 1/4 വരും. 1 + 1 1/4 ആണ്. ഇപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് ഇവിടെ സെയിം ആയിട്ട് കിട്ടും അല്ലേ? 1 + 1 2 വരും, 4 2/4 കട്ട് ചെയ്താൽ 1/2. സോ അതാണ് എന്ത് വരിക, നമ്മുടെ മാക്സിമം വാല്യൂ വരിക. ഓക്കെ അല്ലേ? മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. മാക്സിമം വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1/2 ആണ് നമ്മുടെ മാക്സിമം വാല്യൂ. ക്ലിയർ ആണല്ലോ? സോ അതൊന്ന് എടുത്തെഴുതണേ. മാക്സിമം വാല്യൂ ഇസ് ഈക്വൽ ടു 1/2 അറ്റ് ഏത് പോയിന്റാണ്? 1/2, 1/2. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയോളൂ, നേരത്തെ ചെയ്ത പോലെ തന്നെ മാക്സിമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യമാണിത്. മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സബ്ജക്റ്റ് ടു എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 4. ഓക്കെ, സോ ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. മാക്സിമൈസ് ചെയ്യേണ്ട ഐഡിയയും പ്രൊസീജിയറൊക്കെ പിടികിട്ടിയല്ലോ. ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനുമായിട്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ എഫ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊസീജിയർ നമുക്കറിയാം. എഫ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ, ജി എന്ന് പറഞ്ഞാൽ 4ഉം കൂടെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കണം അല്ലേ? അപ്പോഴേ റൈറ്റ് സൈഡ് 0 ഉള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 4, അതാണ് നമ്മുടെ ജി. ഇനി എൽ എന്ന് പറയുന്ന ഓക്സിലറി ഇക്വേഷൻ എഴുതണം. എഫ് പ്ലസ് ലാംഡ ജി, where lambda is the Lagrange multiplier. So this is equal to എഫിന് പകരം എക്സ് പ്ലസ് വൈ പ്ലസ് ലാംഡ ഇൻറ്റു ജിക്ക് പകരം എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 4. ഇനി ഡോ എൽ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ചെയ്തോ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും, പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് 0, ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. ഓക്കെ, ബാക്കി 4y സ്ക്വയറിൻ്റെ 4ൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ആ ഡോ എൽ ബൈ ഡോ എക്സിനെ നമ്മൾ എന്തുമായിട്ടായിരുന്നു ഇക്വേറ്റ് ചെയ്യേണ്ടത്? 0യുമായിട്ടായിരുന്നു ഇക്വേറ്റ് ചെയ്യേണ്ടത്. അതായത് 1 + 2 ലാംഡ എക്സ് ഈക്വൽ ടു 0. അവിടുന്ന് ലാംഡ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചോളൂ. അപ്പം ഇപ്പുറത്തുനിന്ന് നമുക്ക് ലാംഡ കിട്ടും, എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. 2 ലാംഡ എക്സ് ഈക്വൽ ടു -1 എന്ന് വരും. അവിടുന്ന് ലാംഡ ഈക്വൽ ടു -1/2x എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ഇനി ഇപ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ് ആയി. ഡോ എൽ ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് 0, വൈയുടേത് 1 പ്ലസ് ലാംഡ ഇൻറ്റു 4y സ്ക്വയറിൻ്റെത് 8y വരും അല്ലേ? 4 × 2y. 4ൻ്റെത് എന്താവും? 0 ആവും. എക്സ് സ്ക്വയറിൻ്റെതും 0 ആവും. സോ ഡോ എൽ ബൈ ഡോ വൈ നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു? 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് 1 + 8 ലാംഡ വൈ ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് 8 ലാംഡ വൈ നമുക്ക് -1 കിട്ടും. ലാംഡ ഈക്വൽ ടു -1/8y കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന്? ഡോ എൽ ബൈ ഡോ ലാംഡ കണ്ടുപിടിക്കണമായിരുന്നു. ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക്
എക്സ് പ്ലസ് വൈയിൽ ലാംഡ ഇല്ല, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. ലാംഡയുടെ ഡെറിവേറ്റീവ് 1 ആവും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 4 കോൺസ്റ്റൻ്റ് ആണ്. അത് മാറ്റി നിർത്തിയാൽ ലാംഡയുടെ ഡെറിവേറ്റീവ് 1 ആവും. ഇതാണ് ഡോ എൽ ബൈ ഡോ ലാംഡ. ഡോ എൽ ബൈ ഡോ ലാംഡ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം പ്രൊസീജിയർ പ്രകാരം. സോ എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. ശരിയല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 4. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇനി ഇക്വേഷൻ നമ്പർ 1 നിന്നും 2 നിന്നും നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും. 1ൻ്റെയും 2ൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. സോ അപ്പോൾ എഴുതിക്കേ, ഫ്രം ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2, ഇക്വേഷൻ നമ്പർ 1 നിന്നും 2 നിന്നും എന്ത് പറയാം? ഇക്വേഷൻ നമ്പർ 1ൻ്റെയും 2ൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, ലാംഡയാണ്. റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്താൽ -1/2x ഇസ് ഈക്വൽ ടു -1/2x ഇസ് ഈക്വൽ ടു എന്ത് വരും? -1/8y. -1/8y. മൈനസ് മൈനസ് നമുക്ക് കട്ട് ചെയ്യാം. 2ഉം 8ഉം കട്ട് ചെയ്താൽ 4 വരും. അതായത് 1/x ഇസ് ഈക്വൽ ടു 1/4y. ക്രോസ് ചെയ്താൽ നമുക്ക് x ഇസ് ഈക്വൽ ടു 4y എന്ന് വരും. ഓക്കെ, എന്താണ്? x ഈക്വൽ ടു 4y. ഇതാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ. ഇത് നമ്മൾ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കാം. കാരണം 3 വരെ ആയിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? ആ ഇക്വേഷൻ നമ്പർ 4 നമ്മൾ 3യിലേക്ക് കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3 എന്തുവായിരുന്നടാ? എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 4 ആയിരുന്നു. അവിടേക്ക് കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 4. അതിലേക്ക് ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് വരെ 4y കൊടുക്കുക. 4yയുടെ സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 4. 4yയുടെ സ്ക്വയർ 16y സ്ക്വയർ വരും, പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 4. 16y സ്ക്വയറും 4y സ്ക്വയറും കൂടെ കൂട്ടിയാൽ 20y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. അവിടുന്ന് y സ്ക്വയർ ഈക്വൽ ടു 4/20, y സ്ക്വയർ ഈക്വൽ ടു 1/5. i 4 ആണല്ലോ 20. അവിടുന്ന് y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? +or-1/5. ശരിയല്ലേ? വൈയുടെ വാല്യൂ എന്താണ്? +or-1/5. ഇനി എക്സ് എന്ന് പറയുന്നത് 4y ആണെന്നറിയാം. y എന്ന് പറയുന്നത് 1/5 ആവുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 4y ആണ്. അതായത് 4 × 1/5, അതായത് 4/5. അപ്പോൾ അവിടുന്ന് ഒരു പോയിന്റ് നമുക്ക് കിട്ടി. എന്താണ്? എക്സിൻ്റെ വാല്യൂ 4/5, വൈയുടെ വാല്യൂ 1/5. ഒരു പോയിന്റ് ആയല്ലോ, ഒരു ക്രിട്ടിക്കൽ പോയിന്റായി. ഇനി വൈയുടെ വാല്യൂ -1/5 ആവുമ്പോഴും നമുക്ക് അവിടുന്ന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 4y ആണ്. 4 × -1/5 ആണ്. അത് -4/5 ആണ്. അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? എക്സിൻ്റെ വാല്യൂ -4/5 ആകുമ്പോൾ വൈയുടെ വാല്യൂ -1/5 ആകും. സോ ദാറ്റ്സ് ഓൾസോ എ ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ ഈ 2 ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ ഫംഗ്ഷനിൽ കൊടുത്തു നോക്കുക. അപ്പോൾ അതിലേതാണോ വലുതെന്ന് നോക്കുക. അപ്പോൾ വലുതായിരിക്കും മാക്സിമം കിട്ടുന്ന വാല്യൂ, ചെറുതായിരിക്കും മിനിമം കിട്ടുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് പ്ലസ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. 2 ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ആദ്യമേ നമുക്ക് 4/5 1/5 നോക്കാം. എഫ് ഓഫ് 4/5, 1/5. സോ എക്സ് പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എന്ത് വരും? 4/5 പ്ലസ് 1/5 ഈക്വൽ ടു 5/5. മുകളിലുള്ള 5നെ √5 × √5 എന്ന് എഴുതാം. /5, ഒരു √5 കട്ട് ചെയ്താൽ എനിക്ക് ആൻസർ എന്ത് കിട്ടും? √5 കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? -4/5 -1/5. -4/5 -1/5 ആണ്. അത് കൊടുത്ത് നോക്കുക. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. അതായത് -4/5 പ്ലസ് -1/5. -4 -1 -5 വരും. /√5
മൈനസ് 5നെ √5 ഇൻറ്റു √5 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ √5. √5 കട്ട് ചെയ്താൽ മൈനസ് √5 എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് √5 ഉണ്ട്, മൈനസ് √5 ഉണ്ട്. ഇതിനകത്ത് വലിയ വാല്യൂ, അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. മാക്സിമൈസ് ചെയ്യാനാണോ ചോദ്യം? മാക്സിമൈസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? മാക്സിമൈസ് ചെയ്യാനാണ് ചോദ്യം. മാക്സിമം വാല്യൂ എന്താണ്? √5 അറ്റ് ദ പോയിന്റ് 4/√5 1/√5. Therefore maximum value is equal to, കാരണം -5 ചെറിയ വാല്യൂ അല്ലേ, വലുത് √5 ആണല്ലോ, മൈനസ് √5 ചെറുതല്ലേ. മാക്സിമം വാല്യൂ ഇസ് ഈക്വൽ ടു √5 അറ്റ് ഏത് ക്രിട്ടിക്കൽ പോയിന്റിലാണ്? 4/√5 1/√5. ഓക്കെ, ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. മാക്സിമം വാല്യൂ എഴുതണം. ആ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത് ഏത് ക്രിട്ടിക്കൽ പോയിന്റിലാണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. നോക്കിയോളൂ. സോൾവ് ദ LPP ഗ്രാഫിക്കലി. ഇപ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്, അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ 1 by 1 ആയിട്ട് ഓരോന്ന് എടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കൺസ്ട്രെയിൻ്റ് എന്താണ്? x + y <= 30 ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ x + y = 30 ആക്കുന്നു. അതിൻ്റെ താഴെ നമ്മൾ ടാബുലാർ കോളം വരയ്ക്കുന്നു. ഓക്കെ, എന്താ വരിക എന്ന് പറഞ്ഞേ? എക്സിനും വൈക്കും ഡയഗണലായിട്ട് അങ്ങ് 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ y നമുക്ക് 30 കിട്ടും, വൈക്ക് 0 വരുമ്പോൾ x 30 കിട്ടും. ഓക്കെ, അപ്പോൾ പോയിന്റുകൾ ഏതൊക്കെയാണ്? എക്സും വൈ 0 30യും 30 0യുമാണ് നമ്മുടെ പോയിന്റുകൾ. ഓക്കെ, ഇവിടെ ഒറിജിൻ കൊടുത്താൽ 0 < 30 എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ ഒറിജിൻ്റെ സ്ഥലത്തോട്ടാണ് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ വരുന്നുണ്ടാവുക. ഇനി അടുത്തത് y > 3 ആണ്. അത് നമുക്ക് എന്തെഴുതാം? y = 3 എന്ന് എഴുതാം. y = 3 എന്ന് പറഞ്ഞാൽ y ആക്സിസിൽ 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. ഇനി 0 < y < 12. അപ്പോൾ അതിനകത്ത് ഈ കണ്ടീഷൻ, ഇപ്പോൾ 0 < y എന്ന് പറഞ്ഞാൽ y < 0 എന്നാണ് അർത്ഥം. അത് ഓൾറെഡി ഇവിടെ പറയുന്ന കണ്ടീഷനാണ്. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത കണ്ടീഷൻ എന്താണ്? y < 12. അവിടുന്ന് y = 12. y = 12 എന്ന് പറഞ്ഞാൽ എന്താണ്? y ആക്സിസിൽ 12 കൂടെ x ആക്സിസിന് പാരലായിട്ടുള്ള ലൈനാണ്, അത് നമ്മൾ വരയ്ക്കണം. ഇനി അടുത്തത് x - y > 0. ഗ്രേറ്റർ മാറ്റി x - y = 0 ആക്കാം. അവിടുന്ന് x = y എന്ന് കിട്ടും. x = y എന്ന് പറഞ്ഞാലോ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ, കറക്റ്റ് 45 ഡിഗ്രിയിൽ ടച്ച് ചെയ്തുകൊണ്ട് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ. അവിടെ x കോർഡിനേറ്റും y കോർഡിനേറ്റും സെയിം ആയിരിക്കണം. ഇനി അടുത്തത് 0 < x < 20. അതിനകത്ത് 0 < x എന്ന് പറഞ്ഞാൽ x > 0. അത് ഓൾറെഡി ലാസ്റ്റ് കണ്ടീഷനിൽ വരുന്നുണ്ട്, അത് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് എന്താണ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയി, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നുള്ളൊരു ഐഡിയ അവിടെ വന്നു. ഓക്കെ, ഇനി അടുത്തത് x < 20. അതായത് x = 20 എന്ന് പറഞ്ഞാൽ x ആക്സിസിൽ 20 എന്ന പോയിന്റിലൂടെ y ആക്സിസിന് പാരലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ. ഇത്രയും ആൾക്കാരെ വരച്ച് അതിൻ്റെ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്ത് അതിൻ്റെ കോയിൻസൈഡിങ് പോർഷൻ നോക്കി നമ്മൾ ഷെയ്ഡ് ചെയ്ത് കോർണർ പോയിന്റ്സ് കണ്ടുപിടിച്ച് ആ കോർണർ പോയിന്റ്സ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുത്ത് അതിലെ ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ജോലി. അതിൻ്റെ പരിപാടി ആരംഭിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം? എല്ലാം പോസിറ്റീവ്. നമുക്ക് പരമാവധി വരുന്ന 30, 12, 30 വരുന്നുണ്ട്, 12 വരുന്നുണ്ട്, 20 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്ത് പോടാ? നമുക്ക് 2, 4, 6, 8 പോയാലോ? അപ്പോൾ അതാകുമ്പോൾ നമുക്ക് 30ഉം 12ഉം ഇതൊക്കെ 30ഒക്കെയാണ്, 2, 4, 6, 8 പിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 15 നമ്പേഴ്സ് എഴുതുമ്പോൾ തന്നെ 30ലേക്ക് എത്തും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് മെയിൻ പരിപാടി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ക്വാഡ്രൻറ്റുകളിൽ അധികം സ്പേസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, x, x'.
സോ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32 വരെ ഇരിക്കട്ടെ. മുകളിലോട്ടും 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30. ഓക്കെ, ഇനി നമുക്ക് എന്താ അടുത്ത പരിപാടി? ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത 0, 30, 30, 0 നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. 0, 30 ഈ പോയിന്റ് ആണ്, 30, 0 ഈ പോയിന്റ് ആണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അത് വരയ്ക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് കേട്ടോ. നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് ഇത് പെട്ടെന്ന് വരയ്ക്കാം. എനിക്ക് റൈറ്റിംഗ് പാഡിനകത്ത് ഇത് വരയ്ക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമാണ്. ശ്രമിച്ചു നോക്കാം. എന്തായാലും വളവും തിരിവൊക്കെ ഉണ്ടാവും. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കിക്കോണേ. അല്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഇതിനകത്ത് എന്തായാലും വളവും തിരിവുണ്ടാവും, അത് ക്ഷമിക്കുക കേട്ടോ. യെസ്, ഒരു വിധത്തിൽ ഏകദേശമൊക്കെ ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നോക്കണേ മക്കളെ, നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചോണേ. നിങ്ങൾ സ്കെയിലിട്ട് വരച്ചോണേ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ പിന്നെയും വരയ്ക്കാടോ, ചരിഞ്ഞ വരയാണ് പാട്. യെസ്, എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം. നമുക്കതിൻ്റെ പേര് കൊടുക്കാം. x+y = 30. അതാണ് നമ്മുടെ ലൈനിൻ്റെ പേര്. ഓക്കെ, x+y = 30. അത് അവിടെ തന്നെ മാർക്ക് ചെയ്ത്. മാർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറേ ലൈൻസ് വരുമ്പോഴേ നമുക്ക് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എടുക്കുന്നതിനകത്ത് പിന്നീട് ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ. യെസ്, ഇനി നിങ്ങൾ നോക്കിക്കേ, അടുത്ത പരിപാടി നോക്കാം. അടുത്ത y = 3. y ആക്സിസിൽ 3 എന്നുള്ള പോയിന്റ്. ഇപ്പോൾ 2 കഴിഞ്ഞിട്ട് വരുന്നൊരു പോയിന്റാണ് 3. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ വരും, 2-നും 4-നും ഇടയ്ക്ക്. ഇതാണ് നമ്മുടെ y = 3. ഓക്കെ, ദിസ് ഈസ് y = 3. ഇനി അതിനകത്ത് ആദ്യത്തിൻ്റെ ഫീസിബിൾ റീജിയൻ എങ്ങോട്ടായിരുന്നു? ഫീസിബിൾ റീജിയൻ നമ്മുടെ നീല കളർ വെച്ച് മാർക്ക് ചെയ്യും. യെസ്, അതേ ഒറിജിൻ്റെ സൈഡിൽ ട്രൂ ആയിരുന്നു. അപ്പോൾ ഒറിജിൻ്റെ സൈഡിലോട്ടാണ് ഇതിൻ്റെ ഫീസിബിലിറ്റി വരിക. അപ്പോൾ ഫീസിബിൾ റീജിയൻ ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ y ലെസ് ദാൻ അല്ലേ? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ അങ്ങോട്ടായിരിക്കും. എന്താണ്, 3യുടെ കുറഞ്ഞു വരുന്നത് താഴോട്ടാണ്. 2ഉം 0 ഒക്കെ താഴോട്ടല്ല. അപ്പോൾ ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ താഴോട്ട് വരയ്ക്കും. ഇനി അടുത്ത ലൈൻ നോക്കിക്കേടാ. അടുത്ത ലൈൻ എന്താണ്? അടുത്ത y = 12. y = 12. 12 അവിടെ. യെസ്, 12 തന്നെ ഇവിടെ ഉണ്ട്. y = 12. ഇതാണ് നമ്മുടെ y = 12 എന്ന് പറയുന്ന ലൈൻ. y = 12. അപ്പോൾ ആ പോർഷൻ ഓക്കെ ആയി. അതിൻ്റെ എന്താണ്, y ലെസ് ദാൻ 12 ആണ്. അപ്പോൾ എന്താണ്, 12-നേക്കാൾ കുറഞ്ഞു വരുന്ന താഴോട്ടാണ്. ഫീസിബിൾ റീജിയൻ താഴോട്ടാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എന്താ അടുത്ത പരിപാടി? y = 12 ആയി. ഇനി അടുത്ത x = y. x = y. ശ്രദ്ധിക്കണേ, x = y എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ 2, 2 എന്നുള്ള പോയിന്റ്, 4, 4 എന്നുള്ള പോയിന്റ്, 6, 6 എന്നുള്ള പോയിന്റ്, 8, 8 എന്നുള്ള പോയിന്റ്, അങ്ങനെ പോയി y = 12 ആണ്. അപ്പോൾ 12, 12 എന്നുള്ള പോയിന്റ് വരും. ഏകദേശം ഇവിടെ ആയിട്ട് എടുക്കും. 12, 12 കൂടെ എന്തായാലും പാസ് ചെയ്യണമല്ലോ. x = y എന്ന് പറയുമ്പോൾ y = 12 മുകളിലുണ്ട്. x നിന്നും 12 വരുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. അതിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുക. നോക്കണേ, ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഇതിവിടെ y = 12, 12, 12 അത് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, x = y ആ. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് എന്തായിരിക്കും? ഇത് y = 3 ആണ്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്നത് 3, 3 എന്നുള്ള പോയിന്റിലാണ്. ഓക്കെ, 3, 3 എന്നുള്ള പോയിന്റിൽ ഇവിടെ ടച്ച് ചെയ്യും. 12, 12 എന്നുള്ള പോയിന്റിൽ മുകളിൽ ടച്ച് ചെയ്യും.
അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ കിട്ടും. ഓക്കെ, ഇനി എന്താണ് നമ്പേഴ്സ് ഒന്നും കറക്റ്റായി മാർക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് നമ്മൾ പലരും ഇങ്ങോട്ടൊക്കെ വരയ്ക്കും, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ വരയ്ക്കും, അതൊക്കെ തെറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ധാരണ ഇല്ലാണ്ട് വരയ്ക്കരുത്. അതൊരു ഐഡിയ കിട്ടാനായിട്ട് ഈ പോയിന്റ് കിട്ടിയാൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും അല്ലേ. ഈ പോയിന്റ് എന്താണ്, y 12 ആണ്, എക്സ് പ്ലസ് വൈ 30 അല്ലേ. ആ ലൈനിൽ y ഈക്വൽ ടു 12 ടച്ച് ചെയ്യുന്ന എവിടെ, അങ്ങോട്ട് കൊടുത്താൽ എക്സ് ഈക്വൽ ടു 30 മൈനസ് 12 18 വരും. അതായത് ഈ പോയിന്റ് 18 12 ആണ് ഈ പോയിന്റ്. ഓക്കെ, 18 12. അപ്പോൾ 18 12 മുമ്പായിരിക്കുമല്ലോ 12 12. 18 12 കൂടെ ഒരിക്കലും പോകത്തില്ല, കാരണം എക്സ് ഈക്വൽ ടു വൈ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആയിരിക്കണമല്ലോ. ഇനി അതിൻ്റെ ഫീസിബിലിറ്റി ആണ് നോക്കുന്നത്. എന്താണ്, എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ, അതായത് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റിനേക്കാൾ വലുതായിരിക്കണം. അതിൻ്റെ ഫീസിബിലിറ്റി അപ്പോൾ എങ്ങോട്ടായിരിക്കും? ഓക്കെ, നമ്മളിപ്പോൾ ഒരു ട്രയൽ പോയിന്റ് എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നോക്കിക്കേ, ഈ 18 12 എന്നുള്ളൊരു പോയിന്റ് ഓൾറെഡി നമുക്ക് ഇവിടെ കാണാമല്ലോ, ശരിയല്ലേ. ഞാൻ ഹൈലൈറ്റർ വേണ്ട, നമുക്ക് ലേസർ പോയിന്റർ വെച്ച് നോക്കാം. എന്നിട്ട് ഈ പോയിന്റ് ഉണ്ട് 18 12. അവിടെ എക്സ് കോർഡിനേറ്റ് 18 ആണ്, 18 ആണ്, വൈ കോർഡിനേറ്റ് 12 ആണ്. ആ എക്സ് കോർഡിനേറ്റ് എന്ന 18 വൈ കോർഡിനേറ്റിനേക്കാൾ വലുതല്ലേ. അപ്പോൾ എന്താണ്, നമ്മളിപ്പം പറഞ്ഞ അനുസരിച്ച് എക്സ് കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ വൈ കോർഡിനേറ്റ് എവിടെയാണോ അങ്ങോട്ടാണ് ഫീസിബിലിറ്റി വരിക. അപ്പോൾ ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ എങ്ങോട്ടായിരിക്കും? പറഞ്ഞാൽ മക്കളെ, ഫീസിബിൾ റീജിയൻ ഇങ്ങോട്ടായിരിക്കും, ശരിയല്ലേ. കാരണം ഈ ലൈനിൻ്റെ അപ്പുറത്തുള്ള മുകളിലേക്കുള്ള പോയിന്റ് എടുത്താൽ അവിടെ എന്തായിരിക്കും, വൈ കോർഡിനേറ്റ് ആയിരിക്കും വലുത്. ഉദാഹരണം ഇപ്പോൾ ഈ പോയിന്റ് 0 16, അപ്പോൾ അവിടുത്തെ വൈ കോർഡിനേറ്റ് 16, ശരിയല്ലേ. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മളിപ്പോൾ ഒരു പോയിന്റ് എടുത്താൽ 2 8 എന്നുള്ള പോയിന്റ്, എക്സിൽ നിന്ന് 2 8 എന്നുള്ളൊരു പോയിന്റ് ഇവിടെ എടുക്കുകയെന്ന് വെച്ചോ. അപ്പോൾ അവിടെ എന്താണ്, ഈ എക്സ് ഈക്വൽ ടു വൈയുടെ മുകളിലുള്ള പോയിന്റ് ആണെങ്കിൽ അവിടെ വൈ കോർഡിനേറ്റാണ് വലുത്. അപ്പോൾ ആ കണ്ടീഷൻ തെറ്റും. അപ്പോൾ നമ്മുടെ ഫീസിബിൾ റീജിയൻ താഴോട്ടായി. ഐഡിയ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഫീസിബിൾ റീജിയൻ എല്ലാം മാർക്ക് ചെയ്ത് പോണേ, എങ്കിലേ അതിൻ്റെ കോയിൻസൈഡിങ് റീജിയൻ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളായിരുന്നടോ. എക്സ് ഈക്വൽ ടു വൈ ആയി, പിന്നെ എക്സ് ഈക്വൽ ടു 20 ഉണ്ട് അല്ലേ. എക്സ് ഈക്വൽ ടു 20, എക്സ് ആക്സിസിൽ 20 എന്ന് പറഞ്ഞാൽ 18 ശേഷമാണ് കേട്ടോ വരിക. 18 2 പോയിന്റ് ശേഷമാണ്. ഏകദേശം നമുക്ക് ഇവിടെ ഞാൻ വരച്ചതിൻ്റെ പ്രശ്നമാണ്, കുറച്ച് 18 നേരെ താഴെയായിട്ട് വരുന്നുണ്ട്, കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റിക്കോളൂ കേട്ടോ. 18 20 നമുക്ക് ഇവിടെ ആക്കാം, 20 കുറച്ചും കൂടെ വലത്തോട്ടാക്കാം, ഇവിടെ ആക്കാം 20 22. ഓക്കെ, അപ്പോൾ 18 കഴിഞ്ഞ് ഒരു 2 പോയിന്റ് മാറിയിട്ടാണ് വരിക കേട്ടോ 20. അപ്പോൾ ഇങ്ങനെ വരും, 18 കഴിഞ്ഞ് ഒരു 2 പോയിന്റ് മാറി, എക്സ് ഈക്വൽ ടു 20. നിങ്ങൾ ഈ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് വരച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു 20. നിങ്ങൾ സ്കെയിലിൽ 2 4 6 മാർക്ക് ചെയ്ത് പോയാലേ ഈ പ്രശ്നം വരില്ല. എങ്കിൽ ഏകദേശ ധാരണയിൽ ഞാൻ കറക്റ്റായി വരയ്ക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ്, എക്സ് ഈക്വൽ ടു 20, എക്സ് ഈക്വൽ ടു 20 ലെസ് ദാൻ ആണ് ഫീസിബിൾ റീജിയൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20യേക്കാൾ കുറഞ്ഞു വരുന്ന സ്ഥലം അങ്ങോട്ടാണ് 18 16 ഇങ്ങനെ ഇടത്തോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ ഇങ്ങോട്ട് വരും. ഓക്കെ, എല്ലാം ആയല്ലോ. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഫീസിബിലിറ്റി എങ്ങനെയാണ് വരിക? ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഫീസിബിൾ ആവുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി എല്ലാ ഫീസിബിൾ റീജിയനും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലം, എല്ലാ ഫീസിബിൾ റീജിയൻസും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ്? യെസ്, ഞാൻ ഓരോ പോർഷൻ കാണിച്ചു തരാം. ഈ ട്രയാങ്കിളിൻ്റെ പോർഷൻ വരുമോ? ഇല്ല. കാരണം എന്താ, ഈ കാണുന്ന ലൈനിൻ്റെ താഴോട്ടാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ കിട്ടില്ല. ഈ ട്രയാങ്കിൾ പോർഷൻ വരുമോ? ഇല്ല, കാരണം ഈ കാണുന്ന ലൈൻ്റെ ഇങ്ങോട്ടാണ്, അതിൽ നിന്ന് കിട്ടില്ല, ശരിയല്ലേ. ഈ പോർഷൻ വരുമോ? ഈ കാണുന്ന പോർഷൻ ഈ ലൈൻ്റെ താഴോട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വൈയുടെ ലൈൻ്റെ മേളിലോട്ടായിരുന്നു അവിടെ. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരുന്നു. സോറി, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരുന്നു കണ്ടീഷൻ കേട്ടോ. വൈയുടെ ഫീസിബിൾ റീജിയൻ താഴോട്ടല്ല, വൈ ലെസ് ദാൻ 3 അല്ല, വൈ ഗ്രേറ്റർ ദാൻ 3 ആണേ.
3യേക്കാൾ കൂടുന്നത് മണ്ടക്കോട്ടല്ലേ, 3യേക്കാൾ 4, 5, 6 മണ്ടക്കോട്ടല്ലേ കൂടുന്നത്, അപ്പം മണ്ടക്കോട്ടാണ് അതിൻ്റെ ഫീസിബിൾ റീജിയൻ വരുന്നത് കേട്ടോ. അതൊന്ന് തിരുത്തി മാർക്ക് ചെയ്തോണേ. ഞാൻ y<3 വെച്ചുകൊണ്ടാണ് ഞാൻ താഴോട്ട് എടുത്തത്. നമ്മുടെ കണ്ടീഷൻ y greater than 3 എന്നുള്ളതായിരുന്നു കണ്ടീഷൻ, അത് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, ഈ ഒരു പോർഷൻ എടുത്താൽ എനിക്ക് y greater than 3യുടെ ഫീസിബിൾ റീജിയൻ കിട്ടില്ല, ശരിയല്ലേ? ഈ കാണുന്ന പോർഷനിൽ എനിക്ക് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എല്ലാം കൂടെ വരുന്ന പോർഷൻ ഏതാ? ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ. അവിടെ എനിക്ക് ഈ ലൈൻ്റെ താഴോട്ട് കിട്ടുന്നുണ്ട്, ഈ ലൈൻ്റെ കിട്ടുന്നുണ്ട്, ഈ ലൈൻ്റെ കിട്ടുന്നുണ്ട്, ഈ ലൈൻ്റെ കിട്ടുന്നുണ്ട്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒത്ത് കിട്ടുന്നു. ഇനി ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ, കണ്ടോ? അതും കിട്ടത്തില്ല, കാരണം എന്താ? ഈ ലൈൻ്റെ താഴോട്ടായതുകൊണ്ട്. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഫീസിബിൾ റീജിയൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഷെയ്ഡ് ചെയ്യുന്നു. നോക്കിക്കോണേ. യെസ്, ഞാനൊരു ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. ഈ കാണുന്ന പോർഷനാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഇനി അടുത്ത ചെയ്യേണ്ട പരിപാടി നമുക്കറിയാമല്ലോ. ഫീസിബിൾ റീജിയൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫീസിബിൾ റീജിയൻ വരുന്ന പോർഷൻ്റെ കോർണർ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത റീജിയൻ. ആ കോർണർ പോയിന്റിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കുന്നു? ആ ഫംഗ്ഷൻ മാക്സിമയാണോ മിനിമയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്താണ്? ഈ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അതിൽ ചിലതൊക്കെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും, കിട്ടാത്തത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ള പോയിൻ്റാണ്. നോക്കിക്കേ, എക്സ് ആക്സിസിൽ 20ലാണ് കടന്നു പോകുന്നത്, വൈ ആക്സിസിൽ 3ലാണ്. അപ്പോൾ 23 എന്നുള്ളതാണ് ഈ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ കാണുന്ന പോയിന്റ് വേണം. ഈ കാണുന്ന പോയിന്റ്, ഈ പോയിന്റ് എന്താണ് വരിക? എക്സ് ഈക്വൽ ടു 20 ആണ് ലൈൻ. ഇനി വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3ലാണ് അത് ടച്ച് ചെയ്യുന്നത്. അതിന് എക്സിന് 20 കൊടുത്താൽ മതി. 20 പ്ലസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 30. 20 പ്ലസ് വൈ ഈക്വൽ ടു 30. അവിടുന്ന് വൈ ഇസ് ഈക്വൽ ടു 30 മൈനസ് 20, 10 വരും. അതായത് എക്സ് 20 വൈ 10 അല്ലേ? വൈയുടെ വാല്യൂ 10. 10ലാണ് ഇത് ടച്ച് ആവുന്നത്. ആ കോർണർ പോയിൻ്റായി. ഇനി ഈ കോർണർ പോയിൻ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 18, 12 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ ഈ കോർണർ പോയിന്റ് 12, 12 നമ്മുടെ കയ്യിലുണ്ട്. ഈ കോർണർ പോയിന്റ് 3, 3 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാ കോർണർ പോയിന്റ്സും ആയല്ലോ നമ്മുടെ കയ്യിൽ. 3, 3, 20, 3, 20, 10, 18, 12, 12, 12 എല്ലാ കോർണർ പോയിന്റ്സും ആയി. ഈ കോർണർ പോയിന്റ്സ് ഒരു കോളത്തിൽ, അടുത്ത എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അടുത്ത കോളത്തിൽ. സോ കോർണർ പോയിന്റ്സ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? ഇസഡ് ഇസ് ഈക്വൽ ടു ചോദ്യം നോക്കുക, മാക്സിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ അവർ തന്നിട്ടുണ്ട്. 2x പ്ലസ് 3y. 2x പ്ലസ് 3y. സോ ഓരോ പോയിന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. എന്താണ്? 3, 3. ആദ്യം കോർണർ പോയിന്റ്സ് എല്ലാം ഒന്ന് എഴുതി വെക്കാം. 3, 3 കോർണർ പോയിന്റ് ആണ്. പിന്നെ ഏതാ? 23 ഒരു കോർണർ പോയിന്റ് ആണ്. അടുത്ത ആരാ? 20, 10 ഒരു കോർണർ പോയിന്റ് ആണ്. നോക്കിക്കേ, അടുത്ത കോർണർ പോയിന്റ് എന്താ വരുന്നത്? 18, 12 ഒരു കോർണർ പോയിന്റ് ആണ്. ഓക്കെ, ഇനി 12, 12 ഒരു കോർണർ പോയിന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ 3, 3 ഒരു കോർണർ പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയും കോർണർ പോയിന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ശരിയാണല്ലോ? ക്ലിയർ ആണോ നോക്കണേ. ഇനി നമ്മൾ ഓരോ കോർണർ പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ശരിയല്ലേ? 3, 3, 20, 3, 20, 10, 18, 12, 12, 12 ഓരോ കോർണർ പോയിന്റ്സ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 3 എന്താണ് വരിക? 23, 6, 3, 9, 9, 6, 15. ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 20 പ്ലസ് 3 ഇൻറ്റു 3. 2 ഇൻറ്റു 20
പ്ലസ് 3 ഇൻറ്റു 3 എന്താണ് വരിക? 40 പ്ലസ് 9 49. ശരിയല്ലേ? അടുത്ത ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 20 പ്ലസ് 3 ഇൻറ്റു 10 40 പ്ലസ് 30 70 വരും. അടുത്തത് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 18 പ്ലസ് 3 ഇൻറ്റു 12 എന്താ വരുന്നത്? 36 പ്ലസ് 36 എത്രയാണോ വരുന്നത്? 72. അടുത്തത് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 12 പ്ലസ് 3 ഇൻറ്റു 12 എന്ത് വരുന്നത്? 60 വരും അല്ലേ? 24 പ്ലസ് 36 60 വരും. അടുത്തത് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 3 6 പ്ലസ് 9 15. 3 നമ്മൾ ഓൾറെഡി എഴുതിയതാണ് കേട്ടോ, വീണ്ടും എഴുതണം. സോറി, 3 നമ്മൾ ആദ്യമേ എഴുതിയ കോർണർ പോയിന്റ് ആണ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർണർ പോയിന്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിക്കേടാ മക്കളെ. 49 ഉണ്ട്, 15 ഉണ്ട്, 60 ഉണ്ട്, 70 ഉണ്ട്, 72 ഉണ്ട്. 23-ൽ 49, 2010-ൽ 70, 18-12-ൽ 72 ശരിയാണ്, 12-12-ൽ 60 ആൻഡ് 3-3-ൽ 15. ഓക്കെ, എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനി പറഞ്ഞേ, ഇതിനകത്ത് ഏറ്റവും മാക്സിമൈസ് ചെയ്യാനാണോ മിനിമൈസ് ചെയ്യാനാണോ? മിനിമൈസ് ചെയ്യാനാണെങ്കിൽ ആൻസർ 15 വരും, ഏറ്റവും ചെറിയ വാല്യൂ അറ്റ് 3-3. മാക്സിമൈസ് ചെയ്യാനാണെങ്കിൽ ആൻസർ 72 വരും. അറ്റ് ഏത് പോയിൻ്റാണ്? 18, 12. ചോദ്യം മാക്സിമൈസ് അല്ലായിരുന്നോ? മാക്സിമൈസ് ആയിരുന്നു. സോ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 72 അറ്റ് ഏത് പോയിൻ്റാണ്? 18, 12 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടിയത്? മാക്സിമം വാല്യൂ കിട്ടിയത്. അത് എടുത്തെഴുതണം, അവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ചോദിച്ച ഒരു ചോദ്യമാണ്. ഫൈൻഡ് റിലേറ്റീവ് മാക്സിമ ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x² മൈനസ് 2xy പ്ലസ് y² മൈനസ് 8y. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണം. ഇതേ ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇറ്റ്സ് എ റിപ്പീറ്റഡ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ ആണെങ്കിൽ ലഗ്രാഞ്ചെ മൾട്ടിപ്ലയർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നോർമലി ഒറ്റ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ മാക്സിമം മിനിമം എന്നുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ പ്രൊസീജിയർ അറിയാത്തവരുണ്ടെങ്കിൽ നോട്ടായിട്ടൊന്ന് എഴുതി വെച്ചോളൂ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തരുന്നു. ആദ്യം നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുന്നു, എഫ് വൈ കണ്ടുപിടിക്കുന്നു, എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കുന്നു, എഫ് വൈ വൈ കണ്ടുപിടിക്കുന്നു, എഫ് എക്സ് വൈ കണ്ടുപിടിക്കുന്നു, ഡി കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ ഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് കേട്ടോ, നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഡിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മളതിനെ സാഡിൽ പോയിന്റ് എന്ന് പറയും. എന്താണ് സാഡിൽ പോയിന്റ്? ഇനി ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ നോ കൺക്ലൂഷൻ. അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഞാൻ എഴുതുന്നില്ല, അറിയാലോ. ഇനി ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമം ആവാം അല്ലെങ്കിൽ മിനിമം ആവാം, രണ്ട് പോസിബിലിറ്റി നമുക്ക് പറയാം. അതാണ് ഇമ്പോർട്ടൻറ്റ്, ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. അത് ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ മാക്സിമം ആവാം അല്ലെങ്കിൽ മിനിമം ആവാം. അതെന്താ തീരുമാനിക്കുന്നത്? എഫ് എക്സ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് മാക്സിമം ആണെന്ന് പറയാം. എഫ് എക്സ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം ആണെന്ന് പറയാം. എഫ് എക്സ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം ആണെന്ന് പറയാം. ഇപ്പോൾ ഡി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മാക്സിമം ആവാം അല്ലെങ്കിൽ മിനിമം ആവാം. മാക്സിമം ആവണമെങ്കിൽ എഫ് എക്സ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ലെസ് ദാൻ 0 ആവണം. മിനിമം ആവണമെങ്കിൽ എഫ് എക്സ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 ആവണം. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്?
എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0 സോൾവ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇത് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 100% ഷുവർ ആണ് കേട്ടോ, 100% ഷുവർ ആണ് ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ നമുക്ക് ആരംഭിക്കാം. ആദ്യം എന്താണ്, നമുക്ക് ഈ പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കുക. 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 2y കോൺസ്റ്റൻറ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. ബാക്കി വൈ സ്ക്വയറിൻ്റെ 8y എല്ലാം 0 ആവും. അതായത് 6x മൈനസ് 2y കിട്ടും എഫ് എക്സ് എടുത്താൽ. എഫ് വൈ എടുത്താലോ, വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2x ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും, പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y മൈനസ് 8 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. ഓക്കെ, ഇനി എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കുക. ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 2yയുടെ ഡെറിവേറ്റീവ് 0, കാരണം അവിടെ എക്സ് ഇല്ല അല്ലേ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. എക്സ് ഉള്ള ഫംഗ്ഷൻ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. ആൻസർ എന്ത് വരും, 6 വരും. ശരിയാണല്ലോ. ഇനി എഫ് വൈ വൈ കണ്ടുപിടിക്കുക. എഫ് വൈ വൈ എടുക്കുമ്പോൾ എന്താണ് വരിക, എഫ് വൈ ഓൾറെഡി കയ്യിലുണ്ട്, അതിനെ വൈ കൊണ്ട് ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ 2x ഡെറിവേറ്റീവ് 0 ആവും, 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും, 8 ഇൻറ്റു 0 വരും. അപ്പോൾ എഫ് എക്സ് എക്സ് ആയി, എഫ് വൈ വൈ ആയി. ഇനി എഫ് എക്സ് വൈ കണ്ടുപിടിക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ വൈ കൊണ്ട് എടുക്കുക. അപ്പോൾ 6xൻ്റെ ഡെറിവേറ്റീവ് 0 ആവും, മൈനസ് 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. ഓക്കെ, ഇനി നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0. അതിന് മുമ്പ് തന്നെ ഡി ഒന്ന് കണ്ടുപിടിച്ചോളൂ. ഡി എന്ന് പറയുന്നത് എന്താണ്, എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ അറ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ടെങ്കിൽ ചെയ്യാതെ. ഓക്കെ, ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് അത് എടുത്താൽ മതി. എഫ് എക്സ് 0 ആകുമ്പോൾ എന്താണ് വരിക, എഫ് എക്സ് 0 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടേം 6x മൈനസ് 2y ഈക്വൽ ടു 0. അവിടുന്ന് 6x ഈക്വൽ ടു 2y, അതായത് 6ഉം 2ഉം കട്ട് ചെയ്താൽ 3 വരും. y ഇസ് ഈക്വൽ ടു 3x കിട്ടും. എഫ് വൈ 0 ആകുമ്പോഴോ മൈനസ് 2x പ്ലസ് 2y മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. വൈക്ക് 3x കൊടുക്കാം. മൈനസ് 2x പ്ലസ് 2 ഇൻറ്റു വൈക്ക് പകരം 3x മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. മൈനസ് 2x പ്ലസ് 26 6x മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. അതായത് 6x നിന്ന് 2x കുറച്ചാൽ നമുക്ക് 4x കിട്ടും. മൈനസ് 8 ഇപ്പുറം വന്ന 8 കിട്ടും. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ 8/4 2 കിട്ടും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 2 ആണ്. നമുക്ക് ഒറ്റ ക്രിട്ടിക്കൽ പോയിൻ്റ് ഉള്ളല്ലോ. എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ വൈയുടെ വാല്യൂ 3 ഇൻറ്റു 2 അല്ലേ. എക്സിൻ്റെ വാല്യൂ 2 ആണ്, വൈ എന്ന് പറയുന്നത് 3x ആണെന്ന് അറിയാം. സോ 3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 2 കൊടുക്കുക, ആൻസർ 6 വരും. സോ ഒറ്റ ക്രിട്ടിക്കൽ പോയിൻ്റേ ഉള്ളൂ. ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2,6 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റ്. ഓക്കെ ആണോ നോക്കണേ. ക്രിട്ടിക്കൽ പോയിൻ്റ് എന്താണ്, 2,6. ഇനി നമ്മുടെ ഡിയുടെ വാല്യൂ എന്താണ്, ഡി എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്തായാലും നമ്മുടെ ചോദ്യം എന്താക്കാനാ, മാക്സിമം ആണോ മിനിമം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചോദ്യം. അത് തീരുമാനിക്കുന്നത് എന്താണ്, ഡി ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, എഫ് എക്സ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാടാ, എഫ് എക്സ് എക്സിന് പകരം 6 കൊടുക്കാം. ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂ ആണ്, കൊടുത്താൽ മതി. എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ 2 ആണ്, മൈനസ് എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നത് -2 ആണ്. -2ൻ്റെ സ്ക്വയർ. സോ 12 മൈനസ് 4 വരും, ആൻസർ 8 വരും. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമം മിനിമം ആവാം ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ. അതിലേതാണെന്ന് അറിയണമെങ്കിൽ എഫ് എക്സ് എക്സിൽ കൊടുക്കണം. എഫ് എക്സ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് എക്സ് എക്സിൻ്റെ വാല്യൂ എന്താണോ 6 ആണ്. പോയിന്റ് കൊടുക്കാൻ പോലും ഇല്ലാതെ അല്ലേ, 6 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ്, മിനിമം. ഡി ഗ്രേറ്റർ ദാൻ 0യും എഫ് എക്സ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0യും ആണെങ്കിൽ മിനിമം അല്ലേ. ദെർഫോർ എഫ് ഓഫ് എക്സ് വൈ ഈസ് മിനിമ അറ്റ്
ഏതാണ് ക്രിട്ടിക്കൽ പോയിന്റ് 26. നമ്മളോട് വാല്യൂ എടുക്കാൻ പറയുന്നുണ്ടോ? യെസ്, മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് മെയിൻ ഫംഗ്ഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പം ചെയ്തേ മിനിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിനിമം ആണെന്ന് മനസ്സിലായി. ഇനി മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലോ ആ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊടുത്താൽ മതി. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? 26 ആണ്. സോ എഫ് ഓഫ് 26 ആണ് നമ്മുടെ മിനിമം വാല്യൂ. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം. 3x² മൈനസ് 2xy. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3x² മൈനസ് 2xy. പറഞ്ഞാടാ, 3x² മൈനസ് 2xy പ്ലസ് y² മൈനസ് 8y പ്ലസ് y² മൈനസ് 8y. ഇവിടേക്ക് നമ്മൾ 26 എന്നുള്ള പോയിന്റ് കൊടുക്കുകയാണ്. 3 ഇൻറ്റു 2² മൈനസ് 2 ഇൻറ്റു എക്സിന് പകരം 2, വൈക്ക് പകരം 6 പ്ലസ് y² എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ 6 ആണ്. 6² മൈനസ് 8 ഇൻറ്റു 6. ഓക്കെ, സോ 2² 4 ആണ്. 3 4 12 വരും. ഈ 2 4, 6 4 24 പ്ലസ് 6 6 36 മൈനസ് 6 8 48. 12 24 കുറച്ചാൽ മൈനസ് 12, 8 6 കുറച്ചാൽ 2, 4 3 കുറച്ചാൽ 1, വലുത് 48, ചിഹ്നം മൈനസ്, മൈനസ് 24 വരും. ഓക്കെ, സോ മിനിമം വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുക? മൈനസ് 24 ആണ് നമ്മുടെ മിനിമം വാല്യൂ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ചോദ്യം. ഇത് ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ പ്രൊസീജിയർ നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മുടെ 3rd മൊഡ്യൂളിലെ ചെയിൻ റൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണിത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയോളൂ. W ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് x² പ്ലസ് y² പ്ലസ് z². എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ആണ്, y എന്ന് പറയുന്നത് സൈൻ ടി ആണ്, z എന്ന് പറയുന്നത് 4√t ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dw/dt ആണ്. അറ്റ് t ഈസ് ഈക്വൽ ടു 3 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മുടെ ചെയിൻ വരച്ചുണ്ടാക്കുക. W എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇസഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇസഡ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി W നേരിട്ട് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. dw/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ W എന്ന് പോകുന്ന വഴിയെല്ലാം പാർഷ്യലാണ് അല്ലേ, 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ∂w/∂x, ∂w/∂y, ∂w/∂z. ഇനി എക്സിൽ നിന്ന് ഡയറക്റ്റ് ആണ്, ഒറ്റ ഫംഗ്ഷനിലേക്ക് ഡിപ്പെൻഡൻസി പോകുന്നുള്ളൂ, യൂണിവേരിയറ്റ് ഡിപ്പെൻഡൻസ് ആണ്. അപ്പോൾ അവിടെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് dx, അവിടെ പാർഷ്യാലിറ്റിയുടെ ആവശ്യമില്ല. dx/dt, ഇവിടെ dy/dt, ഇവിടെ dz/dt. ഓക്കെ, സോ ടിയിലേക്ക് എത്താനുള്ള ആദ്യ വഴി ∂w/∂x ഇൻറ്റു dx/dt ആണ്. പ്ലസ് അടുത്ത വഴി ∂w/∂y ഇൻറ്റു dy/dt ആണ്. പ്ലസ് അടുത്ത വഴി ∂w/∂z ഇൻറ്റു dz/dt. വാല്യൂസ് കണ്ടുപിടിച്ച് ഇവിടെ കൊടുത്ത് എന്താണ് ടിക്ക് 3 കൂടെ കൊടുത്താൽ നമ്മുടെ ആൻസറായി. 1 by 1 ആയിട്ട് ചെയ്തോളൂ. ∂w/∂x എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ചെയിൻ റൂളാണ്. പുറത്ത് നിൽക്കുന്ന ലോഗരിതം, ഇൻസൈഡ് ഉള്ളത് x² പ്ലസ് y² പ്ലസ് z² ആണ്. ∂w/∂x എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/, ഇപ്പോൾ 1/x² പ്ലസ് y² പ്ലസ് z² ഇൻറ്റു, ഇനി എക്സ് കൊണ്ട് ഇൻസൈഡ് ഉള്ള ഫംഗ്ഷനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ. x²ൻ്റെ ഡെറിവേറ്റീവ് 2x, ഇപ്പോൾ ∂w/∂x കഴിഞ്ഞു, ഇൻറ്റു dx/dt. എക്സിനെ ടി കൊണ്ട്, എക്സ് കോസ്റ്റ് ആണ്, കോസ്റ്റ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, പ്ലസ് dw/dt എന്ന് പറയുമ്പോൾ സെയിം. ഡബ്ല്യുവിൻ്റെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, ലോഗരിതത്തിൻ്റെ ഡെറിവേറ്റീവ് 1/x² പ്ലസ് y² പ്ലസ് z² വരും. ഇൻസൈഡ് ഉള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, അവിടെ y²ൻ്റെ ഡെറിവേറ്റീവ് 2y വരും, x²ൻ്റെ z²ൻ്റെ 0 ആവും. ഇൻറ്റു dy/dt, y എന്ന് പറഞ്ഞാൽ സൈൻ ടി ആണ്, സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി, പ്ലസ് dw/dz എന്ന് പറഞ്ഞാൽ സിമിലർലി 1/x² പ്ലസ് y² പ്ലസ് z² വരും, z²ൻ്റെ ഡെറിവേറ്റീവ് 2z വരും, x²ൻ്റെ y²ൻ്റെ 0 ആവും. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? dz/dt ആണ്. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു
റൂട്ട് ടിയുടെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ടി. ശരിയല്ലേ? റൂട്ട് ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് ടി. 1/2 റൂട്ട് ടി ആണ് റൂട്ട് ടിയുടെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ടി. ഓക്കെ, ഈ 3 ടേംസിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാം? ഒന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടി 1/x² പ്ലസ് y² പ്ലസ് z² ഇങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി -2x sin t ഉണ്ട്, പ്ലസ് 2y cos t ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 2 നമുക്ക് കട്ട് ചെയ്യാം, 4z ഡിവൈഡഡ് ബൈ റൂട്ട് ടി ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? എക്സിനും വൈക്കും ഇസഡിനും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ ഇക്വേഷനകത്ത്. 1 ഡിവൈഡഡ് ബൈ x² എന്ന് പറഞ്ഞാൽ cos² t, y² എന്ന് പറഞ്ഞാൽ sin² t, z² എന്ന് പറഞ്ഞാൽ 4 റൂട്ട് ടിയുടെ സ്ക്വയർ അല്ലേ? z² എടുത്താൽ 4ൻ്റെ സ്ക്വയർ 16 വരും, റൂട്ട് ടിയുടെ സ്ക്വയർ t വരും, 16 t വരും. ഓക്കെ, ശരിയാണല്ലോ? ഇൻറ്റു -2 ഇൻറ്റു എക്സിന് പകരം cos t ഇൻറ്റു sin t പ്ലസ് 2 ഇൻറ്റു വൈക്ക് പകരം sin t ഇൻറ്റു cos t പ്ലസ് 4 ഇൻറ്റു ഇസഡിന് പകരം 4 റൂട്ട് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ടി. ഇവിടെ റൂട്ട് ടി കട്ട് ചെയ്യാം. ഇവിടെ -2 cos t sin t യും പ്ലസ് 2 cos t sin t യും കട്ട് ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ sin² t പ്ലസ് cos² t 1 ആവും, പ്ലസ് 16t ഇൻറ്റു ബാക്കി ഇവിടെ ഇത് കട്ടായി കഴിഞ്ഞാൽ 16 മാത്രമല്ലേ ഉള്ളൂ. അതായത് 16 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 16t. ഇതാണ് എന്തെന്ന് പറയുന്നത് dw/dt. ഇനി ടിക്ക് 3 കൂടെ കൊടുക്കാം. സോ അപ്പോൾ നമുക്ക് dw/dt നമുക്ക് എന്ത് കിട്ടി? 16 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 16t കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dw/dt അറ്റ് t ഈസ് ഈക്വൽ ടു 3 ആണ്. ടിക്ക് നമ്മൾ എന്തും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? ടിക്ക് നമ്മൾ 3യും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്താണ് വരിക? 16 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 16 ഗുണം 3. സോ 16 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 48, 16 ഡിവൈഡഡ് ബൈ 49. സോ ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതും പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. റൈറ്റ് റിലേറ്റീവ് മാക്സിമ ആൻഡ് സാഡിൽ പോയിൻറ്റ്സ് ഓഫ് f(x, y) ഈക്വൽ ടു 4xy മൈനസ് x⁴ മൈനസ് y⁴. 4xy മൈനസ് x⁴ മൈനസ് y⁴ റിലേറ്റീവ് മാക്സിമ വേണം നമുക്ക്, സാഡിൽ പോയിൻറ്റ്സും വേണം. റിലേറ്റീവ് മാക്സിമ എന്ന് പറയുമ്പോൾ റിലേറ്റീവ് എക്സ്ട്രീമയാണ്, അത് മാക്സിമ ആവാം അല്ലെങ്കിൽ റിലേറ്റീവ് മാക്സിമം. അപ്പോൾ നമുക്ക് മാക്സിമയും സാഡിലും ആണെന്ന് അവർ നേരത്തെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ. എനിവേ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ ആരംഭിക്കുക. f(xy) എന്ന് പറഞ്ഞാൽ എന്താണ്? 4xy മൈനസ് x⁴ മൈനസ് y⁴. അപ്പോൾ ആദ്യമേ fx കണ്ടുപിടിക്കുക. 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും, y കോൺസ്റ്റൻറ്റ്, x⁴ ഡെറിവേറ്റീവ് 4x³. fy കണ്ടുപിടിക്കുക. 4x കോൺസ്റ്റൻറ്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും, x⁴ ഡെറിവേറ്റീവ് 0 ആവും, y⁴ 4y³. fxx കണ്ടുപിടിക്കുക. ഒന്നും കൂടെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എന്താണ്? 4yയുടെ ഡെറിവേറ്റീവ് 0 ആവും, -4 ഇൻറ്റു x³ 3x² വരും, അപ്പോൾ -12x². fyy കണ്ടുപിടിക്കുക. 4xൻ്റെ ഡെറിവേറ്റീവ് 0 വരും, -4 ഇൻറ്റു y³ 3y² വരും, -12y² വരും. ഇനി fxy കണ്ടുപിടിക്കുക. x കൊണ്ട് ചെയ്തതിനെ y കൊണ്ട് ചെയ്യാം. ഓക്കെ, -12 fxy. ഓക്കെ, അപ്പോൾ അത് 4 ആണ് വരിക അല്ലേ? fxനെ y കൊണ്ട് ചെയ്യുക. fx എന്ന് പറഞ്ഞാൽ എന്താണ്? fx എന്ന് പറയുന്നത് 4y മൈനസ് 4x³ ആണ്. 4 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും, 4x³ 0, ആൻസർ എന്ത് വരും? 4. ഓക്കെ ആണല്ലോ? ഇനി ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം നമുക്ക്. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? fx 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, അതേപോലെ fy 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. fx 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം 4y മൈനസ് 4y³ ഈക്വൽ ടു 0. അതായത് 4y ഇസ് ഈക്വൽ ടു 4
4y minus 4x cube equal to 0. 4y equal to 4x cube കിട്ടും. y കട്ട് ചെയ്താൽ y equal to x cube എന്ന് കിട്ടും. ഓക്കെ, fy 0 ആയിക്കഴിഞ്ഞാലോ, fy 0 ആയിക്കഴിഞ്ഞാൽ 4x മൈനസ് 4y ക്യൂബ് ഈക്വൽ ടു 0. 4x ഈക്വൽ ടു 4y ക്യൂബ് കിട്ടും. 4 കട്ടായി കഴിഞ്ഞാൽ x ഈക്വൽ ടു y ക്യൂബ് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2, 1 2ലേക്ക് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2. സോ എക്സ് ഈക്വൽ ടു വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, എക്സ് ക്യൂബ് കൊടുക്കുന്നു, അതിൻ്റെ ക്യൂബ്. സോ എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 9, അതായത് എക്സ് റൈസ് ടു 9 മൈനസ് എക്സ് ഈക്വൽ ടു 0, അതായത് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 8 മൈനസ് 1 ഈക്വൽ ടു 0. അവിടെ നമുക്ക് രണ്ട് സൊല്യൂഷനിലേക്ക് വരാം. ഒന്ന് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഉത്തരം, രണ്ട് എന്താണ് എക്സ് റൈസ് ടു 8 മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വിചാരിക്കും 8 ഡിഗ്രി ഇക്വേഷൻ ആണ്, 8 വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ പേടിക്കണ്ട, അതിനകത്ത് നമുക്ക് രണ്ട് വാല്യൂസേ റിയൽ ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആണ്. അത് സോൾവ് ചെയ്ത് നോക്കണം നമ്മൾ. സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് വാല്യൂ നമുക്ക് പെട്ടെന്ന് പറയാം, 1 മൈനസ് 1 ആണ് റിയൽ ആയിട്ടുള്ളതിൽ സാറ്റിസ്ഫൈ ആവുന്നത്. പക്ഷേ അങ്ങനെ എഴുതിയാൽ നമുക്ക് ചില അധ്യാപകർ മാർക്ക് തരണമെന്നില്ല, സോൾവ് ചെയ്ത് കാണിക്കുകയാണ് അതിൻ്റെ രീതി. എക്സ് റൈസ് ടു 8നെ നമ്മൾ എക്സ് റൈസ് ടു 4ൻ്റെ സ്ക്വയർ മൈനസ് 1 എന്നാക്കും. 1നെ 1 സ്ക്വയർ എന്ന് എഴുതാം. എന്നിട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്യാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അന്നേരം എന്ത് വരും, എക്സ് റൈസ് ടു 4 മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 1 ഈക്വൽ ടു 0. സെപ്പറേറ്റ്ലി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു 4 മൈനസ് 1 ഈക്വൽ ടു 0, എക്സ് റൈസ് ടു 4 പ്ലസ് 1 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എക്സ് റൈസ് ടു 4 ഈക്വൽ ടു മൈനസ് 1, മൈനസ് 1ൻ്റെ 4th റൂട്ട്. ഇത് കോംപ്ലക്സിലേക്കാണ് പോകുന്നത്, അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ് റൈസ് ടു 4 ഈക്വൽ ടു 1, നമുക്ക് റിയൽ റൂട്ട്സ് മാത്രം മതി, കാരണം റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിയൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണല്ലോ അനലൈസ് ചെയ്യുന്നത്. എക്സ് റൈസ് ടു ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതണ്ടേ, എക്സ് റൈസ് ടു 4 മൈനസ് 1 ഈക്വൽ ടു 0നെ എക്സ് റൈസ് ടു 4നെ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം, മൈനസ് 1നെ 1 സ്ക്വയർ എന്ന് എഴുതാം, ഈക്വൽ ടു 0. എഗെയിൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം, എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ഇതും എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1, എക്സ് ഈക്വൽ ടു റൂട്ട് മൈനസ് 1, ഇതും കോംപ്ലക്സിലേക്കാണ് പോകുന്നത്. ഇത് മാത്രമേ ഉള്ളൂ റിയലിലേക്ക് പോകുന്നത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു റൂട്ട് 1, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ അത് നമുക്ക് റിയൽ റൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിന് മൊത്തം 3 വാല്യൂസ് ഉണ്ട്. എക്സ് ഈക്വൽ ടു 0 ഉണ്ട്, 1 ഉണ്ട്, മൈനസ് 1 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എക്സും വൈയും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്തായിരുന്നു, y എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ് അല്ലേ, y എന്ന് പറയുന്നത് എന്താണ്, എക്സ് ക്യൂബ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ y ഈക്വൽ ടു 0 ക്യൂബ് അല്ലേ. നമുക്ക് പോയിൻ്റായിട്ട് അങ്ങ് എഴുതിക്കോട്ടെ ഞാൻ, y എക്സ് ക്യൂബ് ആണ്. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, എക്സ് 0 ആകുമ്പോൾ y 0 ക്യൂബ് 0 വരും, എക്സ് 1 ആകുമ്പോൾ y 1 ക്യൂബ് 1 വരും, എക്സ് മൈനസ് 1 ആകുമ്പോൾ y മൈനസ് 1ൻ്റെ ക്യൂബ് മൈനസ് 1 വരും. സോ ദീസ് ആർ ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ എന്തൊക്കെയാവാം, മേ ബി സാഡിലാവാം, മാക്സിമം ആവാം, മിനിമം ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി കണ്ടുപിടിക്കുന്നു. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈയുടെ സ്ക്വയർ ഈക്വൽ ടു എഫ് എക്സ് എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നു മൈനസ് 12 എക്സ് സ്ക്വയർ, എഫ് വൈ വൈക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നു, എഫ് വൈ വൈ എന്താണ്, മൈനസ് 12 വൈ സ്ക്വയർ, മൈനസ് എഫ് എക്സ് വൈക്ക് വാല്യൂ കൊടുക്കുന്നു, എഫ് എക്സ് വൈ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോടാ, എഫ് എക്സ് വൈ 4 ആണ് അല്ലേ, 4 സ്ക്വയർ മൈനസ് 12 ഇൻറ്റു മൈനസ് 12 144 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ വരും, മൈനസ് 16. ഇതാണ് ഡി വാല്യൂ. ഓക്കെ, നമുക്ക് 3 പോയിന്റ്സ് ഉണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ കോളോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി ആ ക്രിട്ടിക്കൽ പോയിന്റ്
നമ്മൾ ഡിയിലേക്കാണ് കൊടുത്തു നോക്കുന്നത്. ഡി എന്ന് പറയുന്നത് 144 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 16. ഇനി ആ ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് നേരെ സാഡിലേക്ക് പോവാം. അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്ന എഫ് എക്സ് എക്സ് ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് എക്സ് എക്സ് എന്താണെന്ന് നമ്മൾ എഴുതി വയ്ക്കുക. എഫ് എക്സ് എക്സ് മൈനസ് 12 എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമ്മുടെ കൺക്ലൂഷൻ. അതൊരു സാഡിൽ പോയിന്റ് ആണോ, ആ പോയിന്റിൽ മാക്സിമം കിട്ടുന്നുണ്ടോ, ആ പോയിന്റിൽ മിനിമം കിട്ടുന്നുണ്ടോ എന്നുള്ള കൺക്ലൂഷൻ. നമുക്ക് ഇതേപോലെ 3 പോയിന്റുകളാണ് വെരിഫൈ ചെയ്ത് നോക്കാനുള്ളത്. പോയിന്റ് കണ്ടുപിടിക്കാനല്ലേ പറയുന്നുള്ളൂ ചോദ്യത്തിൽ. റിലേറ്റീവ് മാക്സിമം അതിൻ്റെ സാഡിൽ പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, മാക്സിമം വാല്യൂയും കൂടെ എടുക്കണം. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റിലുള്ള നോക്കാം. ആദ്യം പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? 0 0 ഉണ്ട്, 3 എണ്ണം 0 0 ഉണ്ട്, 1 1 ഉണ്ട്, -1 -1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിയുടെ വാല്യൂ എന്താണ് വരിക? ഇത് -16 ആണ് വരിക അല്ലേ. 144 × 0² 0² -16 ലെസ് ദാൻ 0. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എഫ് എക്സ് എക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണ്? സാഡിൽ പോയിന്റ് ആണ്. ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം നമ്മൾ എഫ് എക്സ് എക്സ് വെരിഫൈ ചെയ്താൽ മതി. ഇനി 1 1 കൊടുക്കുമ്പോൾ എന്താണ്? ഡി ഈക്വൽ ടു 144 × 1² 144 തന്നെയാണ്. -16 128 വരും. ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എഫ് എക്സ് എക്സ് കൊടുക്കണം. ഓക്കെ, എഫ് എക്സ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് -12 × x². എക്സ് 1 ആണ്, -12 വരും. അതും ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്? മിനിമയാണ് ഉണ്ടാവുക അല്ലേ. ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമയാണ് ഉണ്ടാവുക. മാക്സിമം അറ്റ് 1 1 1 1 എന്നുള്ള പോയിന്റിൽ എന്താണ്? മാക്സിമയാണ്. ഓക്കെ, ഇനി -1 -1 എന്നുള്ള പോയിന്റിലോ? ഡി ഈക്വൽ ടു 144 × -1ൻ്റെ സ്ക്വയർ 1 ആവും. വൈക്ക് -1 കൊടുത്താൽ അതിൻ്റെ സ്ക്വയറും 1 ആവും. അപ്പോൾ 144 കിട്ടും. -16 128 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി എഫ് എക്സ് എക്സ് കൊടുത്താൽ -12 × x². എക്സിൻ്റെ വാല്യൂ -1 ആണ്, അതിൻ്റെ സ്ക്വയർ. -1ൻ്റെ സ്ക്വയർ വീണ്ടും 1 ആവും. അപ്പോൾ -12 വരും. ലെസ് ദാൻ 0 ആണ്. അവിടെ എന്താണ്? മാക്സിമയാണ്. മാക്സിമ അറ്റ് എന്താണ്? -1 -1. ഓക്കെ, അപ്പോൾ സാഡിലാവുന്ന പോയിന്റ് കിട്ടി, മാക്സിമം ആവുന്ന പോയിന്റും കിട്ടി. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ക്ലിയർ ആണല്ലോ? കിട്ടിയോ? അപ്പോൾ -1 -1 കൊടുത്താൽ എന്താണ് ഇവിടെ പ്രത്യേകത? 1 1ലും -1 -1ലും നമുക്ക് കിട്ടുന്നത് എന്താണ്? മാക്സിമം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടും സെയിം ആൻസർ ആയിരിക്കും വരുന്നത്. അപ്പം 1 1 കൊടുത്താലും -1 -1 കൊടുത്താലും ഇപ്പം -1 × -1 +1 ആവും. ഇവിടെ -1⁴ 1 ആവും. -1⁴ 1 ആവും. 1 കൊടുത്താലും 1 × 1 +1 1⁴ 1 1⁴ 1. അപ്പോൾ ആ പോയിന്റിലാണ് മാക്സിമം വാല്യൂ കിട്ടുക. 4 - 2 വരും. 2 ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ. ഓക്കെ, ഇപ്പോൾ മാക്സിമം വാല്യൂയും കൂടെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം നമുക്ക്. മാക്സിമം വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും എടുത്താൽ മതി. -1ലും മാക്സിമം ആണ്, 1 1ലും മാക്സിമം ആണ്. അപ്പോൾ എഫ് ഓഫ് 1 1 എടുക്കാം. എന്താണ്? നമ്മുടെ 4xy - x⁴ - y⁴ അല്ലേ. 4 × x × y -x⁴ - y⁴. അതായത് 4 - 1 - 1 4 - 2 = 2. ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. -1 -1 കൊടുത്താലും സെയിം തന്നെയാണ് കിട്ടുക. സോ മാക്സിമം വാല്യൂ = 2 അറ്റ് ഏത് പോയിന്റ്സിലൊക്കെയാണ്? 1 1 ആൻഡ് -1 -1. സംശയം ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിയാൽ മതി. എഫ് ഓഫ് -1 -1 എടുത്താലും നമുക്ക് 4 × -1 × -1 -1⁴ -1⁴ എന്നാണ് വരുന്നത്. അതായത് 4 -1 -1 ആൻസർ അതും 2 കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.